പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കേണ്ടതിന് നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. ഇതൊരു ഉപവാസ പ്രാർത്ഥനയാണല്ലോ. സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥനകളിൽ അനേക ആത്മീയപരമായിരിക്കുന്ന നന്മകളും പ്രാപിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. സ്തോത്രം. എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ സ്തോത്രം ദൈവത്തിന്റെ വേല ചെയ്യണം. പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ ദൈവശബ്ദം കേട്ടു. ദൈവശബ്ദം കേട്ടപ്പോൾ അത് ദൈവശബ്ദമാണെന്ന് മനസ്സിലാക്കിയില്ലിരുന്നെങ്കിലും എന്തോ ഒരു അജ്ഞാതമായിരിക്കുന്ന സംഭവം എൻ്റെ അകത്തളങ്ങളിൽ സുവിശേഷ വേല ചെയ്യണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടാക്കി. ആമേൻ. ഒരു പ്രവാചകനോ ഒരു അപ്പോസ്തലനോ എന്നോട് പറഞ്ഞിട്ടില്ല സുവിശേഷ വേല ചെയ്യുവാൻ. പക്ഷെ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ആഴമായി ദൈവവേല ചെയ്യണമെന്നാരോ എന്നോട് വന്ന് സംസാരിച്ചത് നിമിത്തം ഞാൻ ദൈവത്തിന്റെ വചനം എടുത്ത് വായിച്ചു. അപ്പൊ യെശയ്യാ പ്രവചനത്തിൽ നിന്നും യിരെമ്യാ പ്രവചനത്തിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് 7 വയസ്സുള്ളപ്പോൾ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് സ്തോത്രം ദൈവവചനമൊക്കെ വായിച്ച് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇപ്രകാരമാണ്, ഇപ്പോഴോ യാക്കോബിൽ നിന്ന് സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ആമേൻ. ഇത് കേട്ടപ്പോൾ എന്നെ ആരോ വിളിച്ചു എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായി. 2, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ നീ പിണ്ടാകാരമായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. പിന്നെ അതും കൂടെ എൻ്റെ ഹൃദയത്തെ തൊട്ടു. 3ാമത് പറഞ്ഞു, മുള്ളും പറക്കാരയും നിന്റെ ചുറ്റും ഉണ്ടാകും, പക്ഷെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് നീ ജനത്തോട് പറയണം. ആമേൻ. ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഈ മുള്ളും പറക്കാരയും എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ ഇപ്പോൾ എനിക്കത് വ്യക്തമായിട്ട് അറിയാം. ഞാനൊരു കാര്യം പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുന്നിൽ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് സ്തോത്രം ഏതോ പൗലോസിന്റെ ഭാഷയിൽ നിർമ്മിത കഥകൾ കേട്ട്, ആമേൻ, ഏതോ ഒരു കടങ്കഥകളോ ഏതോ മറ്റു പല നോവലുകളോ വായിച്ചുള്ള അറിവ് കൊണ്ടല്ല, പിന്നെയോ ഞാൻ കണ്ടതും ആമേൻ ഞാൻ തൊട്ടതുമായ ജീവന്റെ വചനം. ആമേൻ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ കണ്ടതും ഞാൻ തൊട്ടതുമായ ജീവന്റെ വചനമാണ്. അനേക വ്യക്തികളോട് ദൈവവചനം പ്രസംഗിക്കാൻ ദൈവം ഈ ദിവസങ്ങളിൽ എളിയവനായ എന്നെ സഹായിക്കുന്നു. അപ്പോൾ ഈ മെസ്സേജുകളെല്ലാം പ്രസംഗിച്ച് കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? അവിടെ ഇരിക്കുന്ന ആളുകൾ അടുത്ത പ്രാവശ്യം അന്ന് പറയും, അന്ന് ദൈവാത്മാവ് ഇടപെട്ട കാര്യം നിവർത്തീകരിച്ചു. ഇന്ന് രാവിലെ മീറ്റിങ്ങിന് ഞാൻ കയറിയപ്പോൾ അവിടെ വന്നിരിക്കുന്ന ഒരു സഹോദരി സാക്ഷ്യം പറയുമ്പോൾ ഇവിടെ ഉണ്ടായത് പലരും ഉണ്ടായിരുന്നു. അവർക്കൊരു വീട് കൊടുക്കാമെന്ന് ദൈവാത്മാവ് പറഞ്ഞു എന്ന് ഞാൻ എപ്പോഴാണെന്ന് ഓർക്കുന്നില്ല. പക്ഷെ അവർക്ക് ദൈവം ഒരു വീട് കൊടുത്തു. ശൂന്യമായിരിക്കുന്ന അവസ്ഥകളിൽ നിന്നും, ആമേൻ, ഒന്നുമില്ലാത്ത മേഖലകളിൽ നിന്നും പലരും പ്രാർത്ഥനയോടുകൂടെ മീറ്റിങ്ങിന് കയറുമല്ലേ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കയറ്റിയെങ്കിൽ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവൻ അമർത്തി കുലുക്കി കവിയുന്ന നല്ല അളവ് മടിയിട്ടേ മടക്കത്തുള്ളൂ. ആമേൻ. അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടെ നിങ്ങൾ ദൈവസന്നിധി ഇരിക്കണം. കാര്യം എന്തെന്നറിയാമോ? നിങ്ങൾ വന്നിരിക്കുന്നത് കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത ദൈവത്തിന്റെ മുമ്പിലല്ല, പിന്നെയോ ആകാശത്തെ ബിംബം സൃഷ്ടിച്ചവൻ, സകല ചരാചരങ്ങളെ ഉണ്ടാക്കിയവൻ, കടലിന് മണൽ കൊണ്ട് അതിരിട്ടവൻ, ഉളവായി വരട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഉളവാക്കിയവൻ, അവന്റെ മുൻപിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം പ്രാപിച്ച് തന്നെ ഇന്ന് ഇറങ്ങിപ്പോണം. ആമേൻ. ഞാൻ പ്രാപിച്ചിട്ടാണ് നിങ്ങളുടെ മുമ്പ് വന്നിരിക്കുന്നത്. ദൈവം എന്റെ പ്രാണന് വേണ്ടി ചെയ്തത്, എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നന്മകൾ ഞാൻ ഒരുപാട് പറയാനുണ്ടെങ്കിലും എന്റെ മുൻപിൽ സമയം അധികമില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു വാക്യം വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 5ാം അധ്യായം 17ാം വാക്യവും 18ാം വാക്യവും 19ാം വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 5ാം അധ്യായം 17ാം വാക്യം 18ാം വാക്യം 19ാം വാക്യം. ഇവിടെ ആരെങ്കിലും വായിക്കുമോ? ഞാൻ വായിക്കണോ? ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, സർവശക്തന്റെ ശിക്ഷ നീ നിരസിക്കരുത്. അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു, അവൻ ചതയ്ക്കുകയും തൃക്കൈ പുറപ്പിക്കുകയും ചെയ്യുന്നു. 6 കഷ്ടത്തിൽ നിന്നും അവൻ നിന്നെ വിടുവിക്കും, 7ാമത്തേതിലും തിന്മ നിന്നെ തൊടുകയില്ല. ആമേൻ. ഇന്നലെ ഞാൻ വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ട് ഞാൻ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വചനം ദൈവം എന്നെ തൊട്ടു. ഈ 19ാം വാക്യം, 6 കഷ്ടത്തിൽ നിന്നും അവൻ നിന്നെ വിടുവിക്കും, 7ാമത്തതിലും തിന്മ നിന്നെ തൊടുകയില്ല. അപ്പോൾ ഓരോ ദൈവവൈതലിന്റെ ജീവിതത്തിലും ഒരു 6 കഷ്ടമുണ്ട്, 7ാമതൊരു തിന്മയുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടോ? 6 കഷ്ടതയെ നമ്മൾ ജയിക്കുകയും ചെയ്യും, 7ാമത്തെ തിന്മയുടെ മുകളിൽ കയറി നിന്ന് സ്തോത്രം പറയുകയും ചെയ്യും. എത്രയൊക്കെ ഞാൻ പറഞ്ഞാൽ മനസ്സിലായി എന്ന് വെച്ചാൽ, നിങ്ങൾ മീറ്റിങ്ങിന് കയറിയിരിക്കുന്നത് പല വെല്ലുവിളിയുടെ മധ്യത്തിലായിരിക്കും. അതിന്റെ അർത്ഥം ആ വെല്ലുവിളി നിന്നെ തകർക്കുമെന്നല്ല. നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഗോലിയാത്തിന്റെ ശക്തികൾ ഒരു വെല്ലുവിളി തന്നെയാ. സ്തോത്രം സ്തോത്രം. ദാവീദിന്റെ പിറകിൽ നിൽക്കുന്ന ശൗൽ ഒരു വെല്ലുവിളിയാ. അതിന്റെ അർത്ഥം ശൗൽ നിന്നെ കൊല്ലുമെന്നോ
സ്തോത്രം, ഗോലിയാത്ത് നിന്നെ കൊല്ലുമെന്നോ അല്ല, മറിച്ച് അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത വൻകാര്യങ്ങളെ കുറിച്ച് പറയുവാൻ ദൈവത്തിന്റെ ആത്മാവ് ചിലത് കൈകളെ ബലപ്പെടുത്താൻ പോകുക. ദാവീദിനെ കൊല്ലുവാൻ ഇസ്രായേലിനെ വെല്ലുവിളിച്ച ഗോലിയാത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ദാവീദ് പറഞ്ഞൊരു പദമുണ്ട്, ഇന്ന് യഹോവ നിന്നെ എന്റെ കയ്യിലേൽപ്പിക്കും. പരിശുദ്ധാത്മാവ് ചിലരുടെ ദൂത് പറയുക, നീ ഇന്ന് പകൽക്കാലം പ്രതിസന്ധിയുടെ മുന്നിൽ കയറിയെങ്കിൽ നിന്റെ കയ്യിൽ അവനെ ഏൽപ്പിക്കാൻ പോകുക. സ്തോത്രം, നിന്റെ കൈകൾക്കകത്ത് ദൈവം ചില യുദ്ധത്തിനുള്ള ആയുധങ്ങൾ കൽപ്പിക്കാൻ പോകുക. 6 കഷ്ടതകൾ എനിക്കൊരു വിഷയമല്ല, 7ാമത്തെ തിന്മയും എനിക്കൊരു വിഷയമല്ല, അതിനെ ഓവർകം ചെയ്യുന്ന ദൈവിക അഭിഷേകം എന്റെ മേൽ വ്യാപരിക്കുക. ഉടര വൈഡമന ശന്തല റഗനം ദൂരജാത കൽക്കമന. എന്റെ ജീവിതത്തിൽ ഞാൻ ചെന്ന കഷ്ടതകൾ വലുതായിരുന്നു. കാരണം ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് എന്റെ കുടുംബം ഒരു റിച്ച് ഫാമിലി ആയിരുന്നില്ല. എനിക്ക് 5 പൈസ തരാൻ എന്റെ വീട്ടിലില്ലായിരുന്നു. ജോലിയോടുകൂടെ സുവിശേഷ വേല ചെയ്യണം, അതായിരുന്നു എന്റെ മുമ്പിലെ ടാസ്ക്. എന്നാൽ സ്തോത്ര, കഷ്ടതകൾ ഓരോന്നായി വന്നു. നല്ല ജോലി കിട്ടാനുള്ള വിദ്യാഭ്യാസം എനിക്കില്ലായിരുന്നു. ഡിഗ്രി ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. എന്നാൽ സ്തോത്രം, എന്റെ ദൈവം എന്നോട് പറഞ്ഞു, നീ മുന്നോട്ടേക്ക് പോക. നീ പോകുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നീ അവിടെ എത്തുമ്പോൾ ഡോർ തുറന്നിരിക്കുന്നത് നീ കാണുമെന്ന്. എന്ന് വെച്ചാൽ പത്രോസിന്റെ മുൻപിൽ വലിയ കൂട്ടൻ എന്താ ഇരുമ്പ് വാതിൽ മലക്കെ തുറന്നു. എന്ന് വെച്ചാൽ പത്രോസ് നോക്കുമ്പോൾ ഗേറ്റിന്റെ അടുത്ത് ആരെയും കാണുന്നില്ല. പക്ഷെ ഒരു കാഴ്ച കണ്ടു. എന്താണെന്നറിയാമോ? അത് മലക്കെ തുറക്കുന്നത്. എന്ന് വെച്ചാൽ വാഗ്ദത്തമുള്ളവന്റെ മുൻപിൽ അധികാരങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കത്തില്ല. ദൈവിക വാഗ്ദത്തമുള്ളവന്റെ മുമ്പിൽ തടവറകൾക്ക് അവനെ ഒതുക്കി നിർത്താൻ പറ്റത്തില്ല. മറിച്ച് പത്രോസെ, നിന്നെ ദൈവം വിളിച്ചെങ്കിൽ സ്തോത്രം, നിന്നെ വെളി കൊണ്ടുവരുക തന്നെയും. ആരോടൊക്കെയോ ദൈവാത്മാ സംസാരിക്കുകയാണ്, നീ വെളി വരത്തില്ലെന്ന്, അല്ലെങ്കിൽ കാരാഗ്രഹത്തിന്റെ അഴികൾ പറഞ്ഞേക്കാം, വലിയ ഇതുവരെ തുറക്കാത്ത ഇരുമ്പ് വാതിലുകൾ, ഒരുപാട് സാക്ഷ്യങ്ങൾ പറഞ്ഞേക്കാം. പക്ഷെ എന്നെ വിളിച്ച ദൈവം പറയുക, സ്തോത്രം പത്രോസേ, നിനക്ക് ഇനി വളരെ ദൂരം യാത്ര ചെയ്യാനുണ്ട്. നിന്റെ നിഴലുവീട് രോഗികൾ സൗഖ്യമാകാനുള്ളതാ. നീ പ്രാർത്ഥിക്കുമ്പോൾ അനേക ജാതികൾ കർത്താവിലേക്ക് തിരിയേണ്ടതാ. അതുകൊണ്ട് ഈ കാരാഗ്രഹത്തിന് നിന്നെ തടയാനൊക്കത്തില്ല. മറിച്ച് ഇതിന്റെ അപ്പുറത്ത് നിനക്ക് വിശാലമായ ഒരു വാതിലുണ്ട്. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രതിസന്ധി കണ്ടിട്ട് ആരും പറയരുത് ഈ കഷ്ടങ്ങളെ തകർക്കുമെന്ന് കേട്ടോ. അപ്പോഴും ഒരു ചോദ്യം ബാക്കി കിടക്കുക, എന്താണ് 7ാമത്തെ തിന്മ? ആമേൻ. എന്ന് വെച്ചാൽ ഇതെല്ലാം കടന്ന് അപ്പുറത്ത് വരുമ്പോൾ ഒരു നന്മ നമ്മെ കാത്തിരിക്കുന്ന അർത്ഥം. തിന്മ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വശമാ, എന്നാൽ അതിന്റെ പോസിറ്റീവ് വശം എന്ന് വെച്ചാൽ നന്മയാ. ചിലർക്ക് ഈ നന്മയെ കുറിച്ച് പ്രസംഗിക്കുന്നത് ഇഷ്ടമല്ല. ആമേൻ. അതിനവർ ഒരുപാട് ന്യായങ്ങൾ പറയും. പക്ഷെ തിന്മ എന്നെ തൊടത്തില്ലെന്ന് ഇയ്യോബ് പറഞ്ഞെങ്കിൽ ഇയ്യോബിന്റെ ജീവിതത്തിൽ തിന്മയില്ലായിരുന്നു, ഉണ്ടായിരുന്നു. ഇയ്യോബ് പറയുന്നു, ഈ തിന്മയൊക്കെയും ഇന്നെന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് തോന്നിയാലും ഇതിന്റെ അപ്പുറത്തൊരു നന്മ നാളെ എനിക്ക് തുറന്നു വരാൻ ഇടയായിത്തീരും. ആരോടൊക്കെ ദൈവാത്മാവ് സംസാരിക്കുക, ജോലി സംബന്ധമായി തിന്മയിൽ കൂടെ ആരൊക്കെ കടന്നു പോവുക, ജോലി സംബന്ധമായി ചില സ്തോത്രം ട്രാൻസ്ഫർ പോലുള്ള വഴികൾ ഇറക്കപ്പെടാൻ പോകുക. ആരോട് ദൈവം പറയും, ട്രാൻസ്ഫർ പോലുള്ള വഴികൾ, ചില പ്രമോഷൻ പോലുള്ള വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ ദൈവം തുറക്കാൻ പോകുക. ഇത് നിനക്ക് തിന്മയല്ല, ഇത് നിനക്കൊരു നന്മയാ. നിന്റെ കുടുംബത്തിന്റെ അകത്ത് കലഹമാണോ? പരിശുദ്ധാത്മ പറയുന്നു, അത് തിന്മയല്ല കേട്ടോ, അത് സാത്താൻ പറയുന്ന വാക്കാ. ഇയ്യോബ് പറഞ്ഞു, അത് നന്മയായി മാറും. സ്തോത്രം, അത് നന്മയായി മാറാൻ പോകുക. മീകൾ ദാവീദിനെ പരിഹസിച്ചു. അപ്പോൾ ലോകം പറഞ്ഞത് തിന്മയാണെന്ന്. ദാവീദ് പറഞ്ഞു, ഒരിക്കലും തിന്മയല്ല, ഇതിന്റെ അപ്പുറത്ത് എനിക്കൊരു രാജസിംഹാസനത്തെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പരിഹാസത്തിന്റെയും വെല്ലുവിളികളുടെ അപ്പുറത്ത് തിന്മയെ കവിയുന്നൊരു നന്മ. ആരോടൊക്കെ ദൈവാത്മാ സംസാരിക്കുക കേട്ടോ, തിന്മയെ കവിയുന്നൊരു നന്മ. ഈ മീറ്റിംഗിൽ കയറിയിരിക്കുന്ന ഓരോ വ്യക്തികളും ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പറയണം, ഇന്നത്തെ തിന്മ നാളെ എന്റെ നന്മ. ഹല്ലേലൂയ. ഇന്ന് പകരം ദൈവാത്മാവ് അങ്ങനെ സംസാരിക്കുക. എന്നിട്ട് അദ്ദേഹം ഇയ്യോബ് പറയുകയാണ്, ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് പലർക്കും ഇഷ്ടമില്ലാത്ത കാര്യം ശാസനയാണ്. എന്തെങ്കിലും ഒരു ശാസന പറഞ്ഞാൽ പിന്നെ മിണ്ടത്തില്ലേ ശാസന പറഞ്ഞാൽ? സ്തോത്രം. എന്നാൽ ഇയ്യോബ് പറയുകയാണ്, ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്നാ പറയുന്നത്. അതുകൊണ്ട് ഇന്ന് കഷ്ടതയാണെങ്കിലും ദൈവം നിന്നെ ശാസിക്കുന്നത് തോന്നിയാലും നീ ഒരിക്കലും ഭാഗ്യവാനല്ലെന്ന് പറയരുത്.
കേട്ടോ, ഭാഗ്യവാനല്ലെന്ന് പറയുന്നത്. അടുത്ത വാക്യം, സർവശക്തന്റെ ശിക്ഷ നീ നിരസിക്കരുത്. അതുകൊണ്ട് ചില പ്രതിസന്ധികളിൽ കൂടെ പോകുമ്പോൾ, ദൈവം നന്മ ചെയ്യാതെ ഇരിക്കുന്നുവെന്ന് തോന്നുമ്പോൾ അത് നീ നിരസിക്കരുത്. അത് നിനക്ക് മാനസാന്തരപ്പെടുവാനും ദൈവത്തോട് അടുത്ത് ചെല്ലുവാനും ദൈവം ഒരുക്കുന്ന ചില വഴികളാണ്. എന്നിട്ട് അടുത്ത വാക്യം എന്നെ വളരെയധികം തൊട്ട വാക്യമാണ്. അവൻ മുറിവേൽപ്പിക്കുകയും മുറിക്കെട്ടുകയും ചെയ്യുന്നു. ആമേൻ. ഇന്ന് നീ മുറിവോടുകൂടെ കടന്നു വന്നെങ്കിൽ, നീ ദൈവത്താൽ മുറിവേറ്റെന്ന് എനിക്ക് തോന്നുന്നെങ്കിൽ, ആ മുറിവേൽപ്പിച്ചവൻ തന്നെ നിന്റെ മുറിവ് കെട്ടാൻ പോകുക. എവിടെയാണോ നീ തകർക്കപ്പെട്ടത്, ഓ സ്തോത്രം, നീ ആയിരിക്കുന്ന ദേശത്തിൽ നീ മുറിവേറ്റവനായി നിന്റെ സഭയിലായി തീർന്നെങ്കിൽ, ഓ സ്തോത്രം, നിന്റെ ദേശത്ത് നീ മുറിവേറ്റവനെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുക, അവൻ നിന്റെ മുറിവ് കെട്ടുന്ന വർഷമാണ് ഈ വർഷം, അവൻ നിന്റെ മുറിവ് കെട്ടുന്ന മാസമാണ് ഈ മാസം. ഉടരജതൽക്കമനാശ്, എല്ലാ പോരുകളും യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു പോവട്ടെ. ആരല്ലോ കണ്ണുനീരോടെ മീറ്റിംഗിൽ കയറിയിട്ടുണ്ടല്ലോ, ഇന്ന് രാത്രി ദൈവമാവ് നിന്റെ മുറിവ് കെട്ടിക്കൊണ്ടിരിക്കുക. നിന്റെ കുടുംബത്തിൽ നിന്നുള്ള കുത്തുവാക്കുകൾ, നിന്റെ സഭയിൽ നിന്നുള്ള കുത്തുവാക്കുകൾ പരിശുദ്ധാത്മ പറയുക, അതിൽ നിന്ന് നിന്നെ വിടുവിക്കാൻ പോകുക. ഉടരാജകൽക്കമന ശംദല വൈഡേ രഗനാഹദരം. 22 വാക്യം കൂടെ വായിച്ച് ഞാൻ മുന്നോട്ട് പോകാം. നാശവും ക്ഷാമവും കണ്ടു നീ ചിരിക്കും, കാട്ടുമൃഗങ്ങളെ നീ പേടിക്കുകയില്ലെന്ന്. നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ പലപ്പോഴും വെള്ളപ്പൊക്കങ്ങൾ വരാറുണ്ടല്ലേ, ഭൂമി കുലുക്കങ്ങൾ വരാറുണ്ട്. അവിടെ നമ്മൾ ഒരുപാട് വീഡിയോസ് ടിവിയിലും ഫേസ്ബുക്കിലും വീഡിയോസിലൊക്കെ നമ്മൾ കാണാറുണ്ട്. എവിടെങ്കിലും നാശവും ക്ഷാമവും കണ്ട് ചിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ചിരിക്കണമെന്നുണ്ടെങ്കിൽ അത് ആത്മാഭിഷേകം പ്രാപിച്ചവനായിരിക്കണം. അകത്തളങ്ങളിൽ ഉണർവും ദൈവശബ്ദവും കേൾക്കുന്നവന് മാത്രമേ ചിരിക്കാനൊക്കത്തുള്ളൂ. ആമേൻ. കാണുന്നവൻ പറയും, നിനക്ക് വട്ടാണോ? യോബ് പറഞ്ഞു, എനിക്ക് വട്ടല്ലടാ, ഇതിന്റെ അപ്പുറത്ത് ഞാൻ ചിലതെല്ലാം, നീ കാണാത്ത ചിലതെല്ലാം ഞാൻ കാണുക ഈ ആത്മാവിൽ. ആമേൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നീ ചിരിക്കാൻ തയ്യാറാകണം. നിന്റെ അക്കൗണ്ടിൽ 5 പൈസ ഇല്ലാത്തപ്പോഴും, നിന്റെ മക്കൾക്ക് അഡ്മിഷന് വേണ്ടി കാര്യങ്ങൾ റെഡിയാകാതിരിക്കുമ്പോഴും, നിന്റെ ജോലിയിൽ പ്രതിസന്ധി വർദ്ധിക്കുമ്പോഴും, ക്ഷാമവും നാശവും കാണുമ്പോഴും നീ ചിരിക്കണം. എന്തെന്നറിയാമോ? നോഹയെ ഉയർത്തിയ ദൈവത്തിന് നിന്നെ വിടുവിക്കാനൊക്കും. എന്ന് വെച്ചാൽ ആരാരത്ത് പർവ്വതത്തിൽ നിന്റെ പെട്ടകത്ത് ഉറപ്പിക്കുന്ന ഒരു ദൈവം. അത് ആർക്കാന്നറിയുമോ കാണാൻ സാധിക്കുക? വാഗ്ദത്തമുള്ളവനെ പറ്റത്തുള്ളൂ. ആമേൻ. വാഗ്ദത്തമുള്ളവന് മാത്രമേ ആരും കാണാത്ത പർവ്വതം കാണാൻ ഒക്കത്തുള്ളൂ. അന്നത്തെ കാലത്ത് ഹെലികോപ്റ്ററുകളോ വിമാനങ്ങളോ ഒന്നുമില്ല. പർവ്വതത്തിന്റെ മുകൾ തലം ആരും കണ്ടിട്ടുമില്ല. ആമേൻ. ഭൂമിയിലുള്ള സകല പർവ്വതങ്ങളെ മൂടിപ്പോയി. പക്ഷെ വിശ്വാസത്താൽ നോഹ കണ്ടു, അരാരത്ത് പർവ്വതത്തിന്റെ മുകളിൽ ആരും എത്താത്ത ഉയരങ്ങളിൽ നീ എത്താൻ പോവുക. ആരും എത്താത്ത മേഖലകളിൽ നീ പൊങ്ങാൻ പോവുക. ജോസഫ് കണ്ട സ്വപ്നപ്രകാരം ചേട്ടന്മാർ പറഞ്ഞു, എങ്ങനെ നടക്കാനാടാ, നിന്റെ കുടുംബ സാഹചര്യം മോശമല്ലേ, അപ്പന്റെ കയ്യിൽ കുറച്ച് ആടല്ലാതെ എന്നാ ഉണ്ട്, നീ എന്നാ സ്വപ്നമാ പറയുന്നത്? പക്ഷെ ജോസഫ് പറഞ്ഞു, ഞാൻ കണ്ടു, ഞാനത് പ്രാപിച്ചിരിക്കും. ദൈവാത്മാവ് ചിലരോട് പറയുക, ഇന്ന് നിങ്ങളോട് ദൈവാത്മാവ് സംസാരിക്കുന്നെങ്കിൽ നീ ഇന്ന് പറയണം, നീ കാണാത്തത് എന്തെല്ലാം ഞാൻ കാണുന്നു. ഓ, ചില അരാരത്ത് പർവ്വതത്തിന്റെ മുഖത്തലങ്ങളിൽ ഞാനും എന്റെ തലമുറയിൽ സെറ്റിലാകാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ഓ, ഞാനും എന്റെ കുടുംബവും അരാരത്തിൽ ഉറപ്പിക്കപ്പെടുന്ന മാസങ്ങളാണ് വരാൻ പോകുന്നത്. ആമേൻ, 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 ആമേൻ. അതുകൊണ്ട് യോബ് പറയാൻ, നാശവും ക്ഷാമവും കണ്ട് ഞാൻ ചിരിക്കുമെന്ന്. യോബിന് വട്ടായിട്ടല്ല. യോബിനെ ബൈബിൾ, ഞാൻ യോബിനെ കുറിച്ചല്ല പ്രസംഗിക്കുന്നത് കേട്ടോ. താഴോട്ട് വരാൻ പോകുക, എന്റെ സമയം മുന്നോട്ട് പോകുന്നു. താഴോട്ട് വരുമ്പോൾ യോബിന് പിന്നെ നഷ്ടപ്പെട്ട മക്കൾക്ക് പകരം മക്കളെ തിരികെ കൊടുത്തു. യോബിന് നഷ്ടപ്പെട്ട ആടുമാടുകൾ, പശുക്കൾ, കാളകളെല്ലാം തിരികെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പിന്നെ യോബിന്റെ മക്കളെപ്പോലെ സൗന്ദര്യമുള്ള മക്കൾ ആ ദേശത്തെങ്ങും ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ, സ്തോത്രം, ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിമാരും വന്നാൽ പോലും എത്താനൊക്കാത്ത സൗന്ദര്യമുള്ള തലമുറകൾ നിന്റെ ഭവനത്തിൽ എഴുന്നേൽക്കും. ഓ, മറ്റുള്ളവർക്കില്ലാത്ത നന്മകൾ, സാമ്പത്തിക ഉയർച്ചകൾ നിന്റെ ഭവനത്തിൽ എഴുന്നേൽക്കും. അതുകൊണ്ട് യോബ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ നാശവും ക്ഷാമവും കഷ്ടതകളും താൽക്കാലികമാ, ഇതിന്റെ അപ്പുറത്തെനിക്കൊരു വിടുതലുണ്ടല്ലേ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ വിശ്വാസത്തോടുകൂടി എഴുന്നേറ്റോണം, ഊർജ്ജസ്വലത്തോടെ എഴുന്നേറ്റോണം, തുള്ളിയും ചാടിയും യഹോവ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ ദൈവാലയത്തിലെ മുടന്തനെ പോലെ ചാടിക്കൊണ്ട് എഴുന്നേൽക്കണം. കാര്യം എന്തെന്നറിയാമോ? ആരും കണ്ടിട്ടില്ലാത്ത ഉയർച്ചകൾ, ആരും കണ്ടിട്ടില്ലാത്ത വാഗ്ദത്തങ്ങൾ, ആരും കണ്ടിട്ടില്ലാത്ത നന്മകൾ എന്റെ ജീവിതത്തിൽ വരാൻ പോകുക. ഓ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ദൈവവേലയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു. അന്ന് ഞാനൊരു മീറ്റിങ്ങിന് പോയപ്പോൾ ഒരു പ്രവാചകൻ എൻ്റെ അടുക്കെ വന്ന് പറഞ്ഞു, ഭാഷയുടെ അതിർവരമ്പുകൾ മാറാൻ പോകുന്നു.
ഞാൻ ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കുമായിരുന്നെങ്കിലും എനിക്ക് ഭാഷയിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒഴിക്കോട് സംസാരിക്കാൻ ഒക്കത്തില്ല ഇംഗ്ലീഷിൽ, കാരണം ഞാൻ പഠിച്ചത് മലയാളം മീഡിയത്തിലാണ്. അപ്പോൾ സ്തോത്രം ഇംഗ്ലീഷിൽ ഒഴുക്ക്. അപ്പോൾ ഭാഷയുടെ അതിർവരമ്പുകൾ മാറാൻ പോകുന്നു. ഞാൻ കർണാടകയിൽ കുറെ വർഷം ഉണ്ടായിട്ടും കന്നഡ പഠിച്ചില്ല. ഒരുപാട് വർഷം കർണാടകയിൽ ഉണ്ടായിരുന്നു, കന്നഡ പഠിച്ചില്ല. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് എന്നാന്നൊന്നും മനസ്സിലാകുന്നില്ല. അതോടെ ദൈവം കന്നഡ പഠിപ്പിക്കുവോ ഇനി തമിഴ് പഠിപ്പിക്കുവോ എന്നാന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ പറഞ്ഞ് ഭാഷയുടെ അതിർവരമ്പുകൾ മാറും, രാജ്യത്തിന്റെ അതിര് നീ കടക്കും. അതും കൂടി കേട്ടതോടുകൂടെ സ്തോത്രം ദൈവത്തിന്റെ കാര്യത്തിൽ എനിക്ക് വിശ്വാസം വന്നു. പക്ഷെ ഞാൻ ആരോടും പറയാതെ മറച്ചു വെച്ചു. കാര്യം എന്തെന്നറിയാമോ? പ്രവചനത്തിലൊക്കെ എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ചില പ്രവാചകന്മാർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ബുദ്ധിക്ക് നിരക്കാത്ത വൻകാര്യങ്ങളാണ് പറയുന്നത്. അത് പറഞ്ഞ് മറച്ചു. നിങ്ങൾക്കറിയാമോ, ഏറെ സമയം കഴിയുന്നതിന് മുന്നേ തന്നെ വാഗ്ദത്തം നിവൃത്തീകരിക്കപ്പെട്ടു. ആമേൻ. എന്റെ കൂടെയുള്ളവർ, എന്റെ സഭയിലുള്ളവർ അത്ഭുതപ്പെടുമാറ്, എന്റെ ദേശത്തുള്ളവർ അത്ഭുതപ്പെടുമാറ് ദൈവം രാജ്യത്തിന്റെ വാതിലുകൾ തുറന്നു. ആമേൻ. എന്നിട്ട് മറ്റൊരു രാജ്യത്തോട്ട് കയറി വരിക മാത്രമല്ല, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, സ്തോത്രം, ഇംഗ്ലീഷുകാരുടെ കണ്ണുകളെ അടച്ച് അവിടുത്തെ ഏറ്റവും നല്ല കമ്പനി ജോലി ഒരുക്കാൻ പോവുകയാണെന്ന്. ആമേൻ. അങ്ങനെ ഇംഗ്ലീഷുകാരുടെ ഇന്റർവ്യൂ പോലും ഇല്ലാതെ കമ്പനി ജോലിക്കും കയറി. ആർക്കും പറഞ്ഞാൽ മനസ്സിലായില്ല. സ്തോത്രം. കൂടാതെ ഇവിടെ ഇംഗ്ലീഷുകാരൊക്കെ വന്ന് ആരാധിക്കുന്ന സഭയിൽ പ്രസംഗിക്കാനും സമയം കിട്ടി. എന്നിട്ട് നിങ്ങൾ ആരും സ്തോത്രം പറഞ്ഞില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒന്നുമില്ലാതെ ഇറങ്ങിയപ്പോൾ, അപ്പനെ സഹായിക്കാൻ പറ്റാഞ്ഞപ്പോൾ, ഒരു സഭയുടെ സപ്പോർട്ട് ഇല്ലാതിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഇതാ ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. ഓ, ഒന്നും നിന്നെ കൊണ്ട് അസാധ്യമല്ല. ഒരു മനുഷ്യനെ പോലെ ചിലതിനെ നീ തോൽപ്പിക്കും. ഇതൊന്നും ഞാൻ വിശ്വസിച്ചില്ലെങ്കിലും എന്റെ അവിശ്വാസത്തെ കണക്കാക്കാതെ ദൈവിക വാതിലുകൾ തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ഇന്ന് നീ വിശ്വാസത്തോടുകൂടെ ഇവിടെ ഇരുന്നോളും കേട്ടോ. നിന്റെ വാതിലിതാ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്താ അറിയാമോ? എന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. അതൊരു ഗവൺമെന്റിന് നടക്കാൻ പറ്റത്തില്ല. ഒരു റോമ ഗവൺമെന്റിന്റെ സീലിനും ആ കല്ലറയെ പൂട്ടാനൊക്കത്തില്ല. അതിന്റെ അപ്പുറത്ത് ഞാൻ കാണുകയാ, മൂന്നാം ദിവസത്തെ ഉയർപ്പിന്റെ ശബ്ദം. ഊടാ ഹതുര വൈഡമന, മൂന്നാം ശബ്ദത്തെ ഒരു കാഹളം ധ്വനിക്കും. എന്റെ ഉയർപ്പിന്റെ ശബ്ദമാണ് കേൾക്കാൻ പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടുള്ള ദൂതാണ് കേട്ടോ. നിങ്ങളുടെ ഉയർപ്പിന്റെ ശബ്ദം വെളിയിൽ വരാൻ സമയമായി. നിങ്ങളുടെ ഉയർപ്പിന്റെ ശുശ്രൂഷയുടെ ശബ്ദം വെളിയിൽ വരാൻ സമയമായി. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ ദൂതുകൾ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. സ്തോത്രം. അപ്പോൾ ഇതിലൊരു ചോദ്യമുണ്ട്. എന്താണെന്നറിയാമോ? 6 കഷ്ടവും 7ാമത്തെ തിന്മയും. അപ്പോൾ ഈ 7 എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണതയായിട്ടാണ് ബൈബിളിൽ കാണുന്നത്. 7ാം ദിവസം ദൈവം എന്താ പറഞ്ഞ സ്വസ്ഥത, അന്ന് ജോലിക്കൊന്നും പോകരുതെന്ന് വെച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ ചില നിയമങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് 7ാം ദിവസം. അപ്പൊ 7 എന്ന് വെച്ചാൽ പൂർണ്ണതയെ കാണിക്കുക. ശ്രദ്ധിച്ചോണം കേട്ടോ, 7ാം ദിവസം പൂർണ്ണതയെ കാണിക്കുക. അപ്പോൾ പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 15-ഉം 16-ഉം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അങ്ങനെ മോശ പർവ്വതത്തിൽ കയറിപ്പോയി, ഒരു മേഘം പർവ്വതത്തെ മൂടി, യഹോവയുടെ തേജസ്സും സീനായി പർവ്വതത്തിൽ ആവസിച്ചു. മേഘം 6 ദിവസം അതിനെ മൂടി. 7ാം ദിവസം മേഘത്തിന്റെ നടുവിൽ നിന്ന് ദൈവം മോശയെ വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്നാത്തിന് 7ാം ദിവസം വിളിച്ച്? മനസ്സിലായില്ലേ? 7ാം ദിവസം 7 ഒരു പൂർണ്ണതയുടെ സംഖ്യയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് 6 ദിവസത്തെ കഷ്ടത കഴിയുമ്പോൾ 7ാം ദിവസം എന്നാ തിന്മ നിന്നെ തൊടത്തില്ലെന്ന്, തിന്മ അതോടെ അവസാനിച്ചെന്ന്. എന്നിട്ട് ചിലർക്ക് മനസ്സിലായില്ല. എന്ന് വെച്ചാൽ 6 ദിവസം തിന്മ മാറി, 7ാം ദിവസം നീ തിന്മയുടെ മുകളിൽ കയറി സ്തോത്രം പറയാൻ പോകുക. അതുകൊണ്ടാണ് 6 ദിവസം മൂടിയ ഇരുട്ടുകൾ, 6 ദിവസം വെളിപ്പെടാതെ വന്ന നന്മകൾ, 7ാം ദിവസം ഒരു ശബ്ദം, മോശേ കയറി വാ. ഓ, ചിലതിന് അകത്തളങ്ങളിൽ തീ കത്തട്ടെ. ഇതുവരെ കേൾക്കാത്ത ചില ശബ്ദങ്ങൾ നിന്റെ മുൻപിൽ കേൾക്കാൻ പോകുകയാ. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടിട്ടും ഇതുവരെ നീ വിടുതല കണ്ടിട്ടില്ലയോ? രോഗശാന്തി കിട്ടിയിട്ടില്ലയോ? ഉയർച്ച പ്രാപിച്ചിട്ടില്ലയോ? ദൈവാത്മാ വിളിക്കുക, കയറി വാ, നിന്നെ ഉയർത്താനായ വിളിച്ചിരിക്കുന്നത്. ഉടരാ ജഗൽക്കമന ശന്തല വൈഡ രാജ. ചിലർ പറയാറുണ്ട്, ഏകനായി വിശ്വാസത്തിൽ വന്നു, ഏകയായി വിശ്വാസത്തിൽ വന്നു, നിന്ന മാറിയിട്ടില്ലെന്ന്. ഇന്ന് നിന്ന ദൈവം ഉരുട്ടി മാറ്റാൻ പോകുക. ഓ സ്തോത്രം, ഇന്ന് നിന്റെ നിന്ന ദൈവം ഉരുട്ടി മാറ്റാൻ പോകുക. ചില നിന്നകൾ ദൈവാത്മ ഉരുട്ടി മാറ്റും. നിങ്ങളെ കുറിച്ചുള്ള നിന്നകളെല്ലാം ഉരുണ്ടു മാറുന്നത്. ദൈവാത്മാവ് നിങ്ങളോട് ദൂത് പറയുക. ഒരു ഗിദെയോൻ ഒരു യവത്തപ്പമായി ശത്രുപാളയത്തിലോട്ട് സ്തോത്രം ഇറങ്ങിയപ്പോൾ ശത്രുപാളയത്തിന്റെ അകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായി. അവിടെയുള്ളവർ ചെതറിയോടിയതുപോലെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വിഭാഗത്തെ ഇളക്കി ദൈവാലയത്തിലോട്ട് കൊണ്ടുവരുവാൻ
ഒരു ദൈവിക അഭിഷേകം പകരുക. ഇന്ന് ദൂതേറ്റെടുത്തോ. ഓ സ്തോത്രം. നിങ്ങൾ നിമിത്തം നിങ്ങൾ ആയിരിക്കുന്ന ദേശത്തിന് ആലയം നിറയാൻ പോകുക. ഉടര വൈഡമന ശബല റകൽക്കമന ജാതരാജകൾ. നിങ്ങളുടെ പേര് മാറും കേട്ടോ. നിങ്ങളുടെ പേര് മാറും. മറ്റൊരു പേര് നിങ്ങൾ അറിയപ്പെടാൻ പോകുക. എനിക്ക് മനസ്സിലാകുന്നില്ല അത് ആത്മീകമാണോ, അത് ലിറ്ററലി സംഭവിക്കാൻ പോകുന്നു. പക്ഷെ നിങ്ങളുടെ പേര് മാറാൻ പോകുക. വിശ്വസിച്ചോ. ദൈവത്തെ ആത്മാ പറയുന്നു, എന്തോ ചില വർഷങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്ന ചില സ്ട്രഗിളുകൾ ഇന്നത്തെ മീറ്റിംഗിൽ ദൈവം അതിനെ ക്യാൻസൽ ചെയ്യുക. ഓ ചില പുതിയ അപ്പോയിന്റ്മെന്റുകൾ നിങ്ങളുടെ കുടുംബത്തിൽ കടന്നു വരാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കാൻ പോവുക. ഉടര ജഗല മനഗജതൽക്കമന ശംദല വൈഡേ രഗല അതുരാജഗനം. ദൈവസൃഷ്ടി അനുഗ്രഹിക്കട്ടെ. ഇവിടെ പറയുകയാണ് 6 ദിവസം മൂടിക്കെട്ടിയ അവസ്ഥയാ. ആമേൻ. അപ്പോൾ എല്ലാവരും ചിന്തിച്ചു, ഇനി മോശം അടങ്ങി വരത്തില്ല, ഇനി ഒന്നും നടക്കത്തില്ല. ചിലരൊക്കെ അങ്ങനെയാണ് ഇരിക്കുന്നത്. എല്ലാ ദിവസവും ഉപവാസപ്രാർത്ഥന റോയ് ബൈ പാസ്റ്റർ എല്ലാ ദിവസവും വിളിക്കും, കയറണമെന്നൊക്കെ പറയും, പ്രബോധിപ്പിക്കുമല്ലേ. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അതിന്റെ അർത്ഥം നടക്കത്തില്ലെന്നല്ല. ആമേൻ. 7-ാം ദിവസം വിളിച്ചു, മോശേ. ആമേൻ. നിന്നെ വിളിച്ചിറക്കിയത് വഴി വെച്ച് വിടാനല്ല മോശേ, നിന്നെ ഒന്ന് എനിക്ക് മാനിക്കണം. നിന്നെ ഞാനാ വിളിച്ചതെന്നൊന്നും തെളിയിക്കാൻ പോകുക. ഓ നിന്നെ ഞാനാ വിളിച്ചത് തെളിയിക്കാൻ പോകുക. ഇന്ന് പറക്കാലം മറ്റാരും കേൾക്കാത്തൊരു ശബ്ദം നീ കേൾക്കുന്നുണ്ടോ? മറ്റാരും കേൾക്കാത്തൊരു ദൈവിക അരുളപ്പാട് നീ കേൾക്കുന്നുണ്ടോ? ദൈവാത്മാവ് ദൂത് പറയുക, ആ അരുളപ്പാടുണ്ടല്ലോ അത് നിന്റെ അടുത്ത ലെവലിലേക്കുള്ള വാതില. ഓ അത് ചെങ്കടലിന്റെ മുന്നിൽ നിന്റെ വിടുതല. ഓ സ്തോത്രം. ചില പെന്തക്കോസ്തുകാരുണ്ട് കേട്ടോ. ഞാൻ പെന്തക്കോസ്ത് കുടുംബത്തിൽ എന്റെ അമ്മയും അമ്മയുടെ അപ്പനും അമ്മയുടെ അപ്പന്റെ അമ്മയും പെന്തക്കോസ്തുകാരായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ ഓർക്കണം എത്ര വർഷമാണ്. ചില പെന്തക്കോസ്തുകാർക്ക് ഒരു പ്രത്യേകത ഞാൻ പറയാം, എന്റെ അനുഭവത്തിൽ കണ്ടുപറയാം. ചെങ്കടലിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവർ ബൈബിൾ തുറക്കും, എന്നിട്ട് ബൈബിളിൽ ഇതുവരെ ചെങ്കടൽ പിളർന്നായിട്ടൊന്നും കാണുന്നില്ലല്ലോ. റഫറൻസ് അന്വേഷിച്ചിട്ടേ പ്രാർത്ഥിക്കത്തുള്ളൂ. അതുകൊണ്ട് വിടുതലടക്കാത്ത ദൈവം എന്നും പുതിയ കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത്. ഏലിയാവിനെ കാക്കയെ കൊണ്ട് ദൈവം പോറ്റിയെന്ന് പറയും. എപ്പോഴും കാക്ക തന്നെ വരണം. ചില സമയം പരുന്തും വന്നേക്കാം. മനസ്സിലായില്ല? പരുന്ത് വരുമ്പോൾ സാത്താൻ എന്ന് പറഞ്ഞ് മടക്കി അയക്കരുത്. പരുന്ത് വന്നാലും കുഴപ്പമൊന്നും, എനിക്ക് അപ്പം കിട്ടിയാൽ പോരെ. ആമേൻ. അതുകൊണ്ട് സ്തോത്രം. അപ്പൊ മിശിഹ വരുന്നെന്ന് പറഞ്ഞിട്ട് ഇവര് കാത്തിരുന്ന് മിശിഹ വന്നപ്പോൾ തച്ചന്റെ മോനാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ നോക്കിയാൽ ആ വിപത്തായത്. അതുകൊണ്ട് ഈ പരീക്ഷ മനോഭാവം പലർക്കും ഉണ്ട്. അതുകൊണ്ട് ഉണർവ് നടക്കേണ്ട പലയിടങ്ങളും ഉണർവ് നടക്കുന്നില്ല. ആമേൻ ആമേൻ സ്തോത്രം. അഭിഷേകം വെളിപ്പെടുന്നില്ല. ദൈവാത്മാവിൽ നിറയപ്പെടുന്ന രോധയെ ബൈബിൾ പറഞ്ഞു, ആ രോധയ്ക്ക് ഭ്രാന്താണെന്നാ പറഞ്ഞത്. രോധ മാത്രമാണ് പത്രോസ് മുട്ടുന്ന ശബ്ദം കേട്ടത്. പലപ്പോഴും നമ്മൾ പലതിനെയും വിമർശന മനോഭാവത്തോടു കൂടെ കാണുന്നു അല്ലേ. എന്നാൽ ചെങ്കടലിന്റെ മുന്നേ പോയപ്പോൾ മോശയോട് പറഞ്ഞ, മോശ നിലവിളി നിർത്ത്, നിന്റെ പ്രാർത്ഥന നിർത്ത്. നീ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ? നിന്റെ കയ്യിലേൽപ്പിച്ച വടി യൂസ് ചെയ്യാൻ പടി. സ്തോത്രം പറഞ്ഞില്ല. നിന്റെ കയ്യിൽ ഏൽപ്പിച്ച വടി, അധികാരത്തിന്റെ വടി ഉണ്ടല്ലോ മോശേ, അത് നീ ഒന്ന് നീട്ടിയാ മതി. ഇനി ഞാൻ കൽപ്പിക്കണ്ട. അത് മന്ത്രവാദികളെ തകർക്കുന്ന വടിയാ. ഓ അത് പാമ്പുകളെ വിഴുങ്ങുന്ന വടിയാ. ഓ ഫറവോന്റെ അടിസ്ഥാനം വിളക്കുന്ന വടിയാ. ഇതും വെച്ച ചന്ദിന കരയുന്നേ. ആരൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവം പറയാ, 7-ാം ദിവസം നിന്റെ ദിവസമാ. 6 ദിവസത്തെ കഷ്ടത മാറി. 7-ാം ദിവസത്തിൽ നീ അതിന്റെ മുകളിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുന്ന ഓ ദൈവ സമയം വരാൻ പോകുക. ഉടര ജഗല മനക വൈഡമന ശംദല ശകലകരകൽ കമാന ഓ റീബൽ ഹദുരജദൽ കബന ശംദലേ രഗനം. ആമേൻ. ഇവിടെ പറയുകയാണ് സ്തോത്രം. ഹല്ലേലൂയ. മോശ ദൈവശബ്ദം കേട്ടു. എന്നിട്ട് താഴോട്ട് വരുമ്പോൾ സങ്കീർത്തനങ്ങൾ 12:6 ഞാൻ ആരെക്കൊണ്ട് വായിപ്പിക്കാത്തത് സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. പാസ്റ്റർ സമയം തീരുമ്പോൾ ഒന്ന് കൈ പൊക്കി കാണിക്കണേ, ഞാൻ നിർത്തിക്കോളാം. സ്തോത്രം. ഇവിടെ സങ്കീർത്തനങ്ങൾ 12:6 പറയുന്നു, യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു, നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. അതിന്റെ 6 പ്രാവശ്യം ശുദ്ധി ചെയ്യാന്, അത് 8 പ്രാവശ്യം ശുദ്ധി ചെയ്യാന്. ഞാൻ 15 വട്ടം. എന്റെ പൊന്നെ, 7 പൂർണ്ണസംഖ്യ. മനസ്സിലായില്ല? ഇന്ന് രാവിലെ ഞാൻ ഈ മെസ്സേജ് പ്രസംഗിച്ചപ്പോൾ എന്നെ ഇവിടുത്തെ ഹോസ്റ്റലിൽ തന്നെ ഒരു കുടുംബം വിളിച്ചേച്ച് പറഞ്ഞു, 7-ാം ദിവസം, ഇന്ന് രാവിലെ പ്രസംഗിച്ചത് 7-ാം ദിവസം എന്റെ ഒരു ഇന്റർവ്യൂവിന്റെ റിസൾട്ട് വരാനുണ്ട്. ഇന്നത്തെ ദൂത് എനിക്കുള്ള ദൂതാണെന്ന്. മനസ്സിലായില്ലല്ലേ? സ്തോത്രം. അപ്പോൾ ഇത് പലക്കാലം ചില വാക്കുകൾ 3-ാം ദിവസം, 7-ാം ദിവസം, 21-ാം ദിവസം ഒക്കെ ഭയങ്കര പ്രാധാന്യമുള്ളതാണെന്ന്. അതുകൊണ്ട് ഇത് 40 ദിവസം ഉപവാസം, 40 ദിവസത്തിന് കൊണ്ടൊരു പ്രത്യേകത. ആമേൻ.
എന്റെ ജീവിതത്തിൽ പറഞ്ഞ് അനുഭവിച്ചത് കൊണ്ട് പറയുക, 7-ാം ദിവസം ദൈവാത്മാവിനെ ഏൽപ്പിച്ച ദൂത 7-ാം നാൾ എന്റെ നാളാ. ഓ ഉടരാജകൾക്ക് 3-ാം ദിവസം ഉയർപ്പ് കണ്ടില്ലെങ്കിൽ 7-ാം നാൾ നീ അതിന്റെ മുകളിൽ കയറി സ്തോത്രം പറയാൻ പോകുക. ആമേൻ. ഇവിടെ പറയുന്നു എന്റെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാ, എന്നാൽ 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളിയാ. ആമേൻ, സ്തോത്രം. അതിൻ്റെ അകത്ത് കീടങ്ങളില്ല, അതിൻ്റെ അകത്ത് മാലിന്യങ്ങളില്ല. അത് നിന്റെ കയ്യിൽ വരുമ്പോൾ നീ സന്തോഷത്തോടെ ആർക്കും കുടുംബകലഹമില്ല, ഡിവോഴ്സ് ഇല്ല. ഉടരാജകല മനക അരകല അസ്തല രാജ യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. മക്കൾ തമ്മിൽ തർക്കമില്ല, ഭിന്നതയില്ല. കാരണം ഇത് നിർമ്മലമാണ്. ഇന്ന് പകൽക്കല നിർമ്മലമായിരിക്കുന്ന വചനം, നിർമ്മലമായിരിക്കുന്ന അഭിഷേകം, നിർമ്മലമായിരിക്കുന്ന ഒരു ഉയിരിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ ദൈവജനത്തിന്റെ മേൽ ഒഴുകുന്നത് ഞാൻ ആത്മാവിൽ കാണുക. ഊടാമാന ശബൽക്കമാന യേശുവിൻ നാമത്തിൽ ജയമെടുക്കുകയാണ്. യേശുവിൻ നാമത്തിൽ ഞാൻ ജയമെടുക്കുന്നു. ആമേൻ. ഇനി അടുത്ത കാര്യത്തിലോട്ടാണ് ഞാൻ വരുന്നത്. ഇത് കൂടി പറഞ്ഞിട്ട് എന്റെ മെസ്സേജ് ഞാൻ തീർക്കും. കാരണം 5 മണിക്കുള്ളിൽ, ഇവിടുത്തെ 5 മണി, ഇവിടെ ഇപ്പൊ 4:24 5 മണിക്കുള്ളിൽ എന്റെ മെസ്സേജ് ഞാൻ 1/2 മണിക്കൂറും കൂടി മുമ്പിലുണ്ട്. ഓക്കെ, ഇവിടെ പറയുകയാണ് ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്. ഫറവോൻ ജോസഫിനോട് ഞാനൊരു സ്വപ്നം കണ്ടു. ശ്രദ്ധിച്ചോളും കേട്ടോ, അതിന് വ്യാഖ്യാനിപ്പാൻ ആരുമില്ല, എന്നാൽ ഒരു സ്വപ്നം കേട്ടാൽ വ്യാഖ്യാനിക്കുമെന്ന് നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. സാധാരണ നമ്മുടെ നാട്ടിലൊരു കൺവെൻഷൻ നടത്തുമ്പോൾ, കേട്ടോളും കേട്ടോ, അത് 4 പേര് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മൾ ഈ പോസ്റ്റർ അടിക്കും. ഞാനും എൻ്റെ അപ്പനും ഞങ്ങളുടെ സഭയിലെ കുറേ സഹോദരന്മാരൊക്കെ ചേർന്നിട്ട് ഓരോരോ സ്ഥലങ്ങളിൽ പോയി ഒട്ടിക്കും. ഈ ബസ്സൊക്കെ ബസ് സ്റ്റോപ്പിന്റെ മുമ്പിൽ ഒട്ടിക്കും, ഇന്ന സ്ഥലത്ത് മീറ്റിംഗ് ഉണ്ടെന്ന്. അപ്പൊ ബസ് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്നത് എന്നാ, വരാൻ പോകുന്ന രവിരാസന്റെ ഫോട്ടോയും ഹോളിന്റെ പേരും ഒക്കെയാ. അപ്പോൾ എന്നാ കഷ്ടം 4 ആൾ അറിയണമെങ്കിൽ അറിയോ? ഇതാ ലോക്കൽ സ്ഥലങ്ങളിൽ മാത്രമേ അറിയത്തുള്ളൂ. ഇന്ന് ഈ ഫേസ്ബുക്കൊക്കെ വന്നത് കൊണ്ട് പിന്നെയും ഇച്ചിരി സർക്കിളിൽ. എന്നാൽ ഒരിക്കലും ഞാനൊരു പോസ്റ്റ് ഇട്ടാലോ, ഞാൻ പോസ്റ്റ് ഇട്ടാലോ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇത് കാണത്തില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത് കാണത്തില്ല. അവിടേക്ക് എത്തണമെങ്കിൽ കുറെ മൂക്കണം. ഇപ്പൊ ജോസഫ് നിൽക്കുന്നത് എവിടാന്നറിയാമോ? സ്തോത്രം. രാജാവ് പറയാ, വിളിച്ചേച്ച് ഞാൻ കേട്ടിരിക്കുന്നു. എങ്ങനെയാ കേട്ടത്? ഇവിടം വരെ എങ്ങനെ വാർത്ത എത്തിയത്? പോസ്റ്റ് അടിച്ചിറക്കിയോ, പോസ്റ്റ് ഇട്ടോ? അല്ല, അവൻ നിന്റെ ശ്രുതിയെ പടർത്തുന്ന ദൈവം. സ്തോത്രം പറഞ്ഞില്ല. ഓ, അവൻ നിന്റെ ശ്രുതിയെ പടർത്ത് രാജാവിന്റെ മുൻപിൽ നിന്നെ നിർത്താൻ പോകുക. ഓ, ഒരിക്കലും നീ നിന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ ദൈവം നിന്നെ നിർത്തുന്ന സമയം വെളിപ്പെടാൻ പോകുക. ചേട്ടന്മാര് വാര വെച്ചാലും അപ്പൻ ശാസിച്ചാലും നീ വാരപ്പെടേണ്ട ജോസഫേ. ഓ, നിന്നെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളിൽ നിന്നെക്കുറിച്ചുള്ള വാർത്ത വരാൻ പോകുക. ഓ, നിന്നെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത ഭരണാധികാരികൾ നിന്നെക്കുറിച്ച് കേൾക്കാൻ പോകുക. പറയുക, രാജാവ് പറയുക, അവിടെ മന്ത്രവാദികൾ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ, അവിടെ ദർശനം പറഞ്ഞവരില്ലാഞ്ഞിട്ടല്ല, അവർക്കൊന്നും പറ്റാത്തത് ചെയ്യാനാണ് ദൈവം നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഇന്ന് ദൈവാത്മാവ് എന്നോട് ഇന്ന് രാവിലെ സംസാരിച്ചതാ. അവരെ ഞാൻ നിന്നെ കുറിച്ച് കേട്ടിരിക്കുക. നല്ല വാർത്ത വരാൻ പോകുന്നു. ആരിന്ന് പറക്കെ ദൈവത്തെ ചേർന്ന് സ്തുതിക്കും. നിന്റെ കുടുംബത്തെ കുറിച്ചുള്ള നല്ല വാർത്ത, നിന്റെ സഭയിൽ നിന്നെ കുറിച്ചുള്ള നല്ല സാക്ഷ്യങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുത്തോളും കേട്ടോ. ഓ, മറ്റുള്ളവർക്കില്ലാത്ത നല്ല നല്ല വർത്തമാനം. ഓ, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, സാമർത്ഥ്യമുള്ള പുരുഷനെ കാണുന്നുവോ അവൻ ഒരിക്കലും അധമന്റെ മുമ്പിലും ദുഷ്ടന്റെ മുന്നിൽ നിൽക്കത്തില്ല, അവൻ രാജാക്കന്മാരുടെ മുന്നിൽ നിൽക്കാൻ പോകുക. ആമേൻ. ഇവിടെ പറയുന്നു നീ വ്യാഖ്യാനിക്കുമെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെ ജോസഫ് ഇവിടം വരെ എത്തി? നീ എന്തെങ്കിലും ചെയ്തോ? ജോസഫ് ഞാനൊന്നും ചെയ്തില്ല, എല്ലാം എനിക്ക് വേണ്ടി ഒരുവൻ ചെയ്തു. അവിടെ എത്തുന്നത് വരെയും ഞാൻ വിചാരിച്ച വഴി കൂടിയല്ല ഞാൻ നടന്നതെന്ന് മാത്രം. കാരാഗൃഹത്തിൽ പോകേണ്ട വന്നു. പെണ്ണ് കേസ് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കി. 4 പേരുടെ മുമ്പിൽ നാണം കെട്ടു. പക്ഷെ അവരൊക്കെ ഇപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ എന്നെ ഇത്രത്തോളം എത്തിച്ച ദൈവത്തെ ഞാൻ സ്തുതിക്കുക. ദൈവാത്മാ പറയുക, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനും എന്റെ കുടുംബവും എന്തുള്ളെന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് ചില കുടുംബങ്ങളോട് ദൈവാത്മാവ് ദൂത് പറയുക. സ്തോത്രം. ഉടരാ വൈഡമന ശന്തല റകൽക്കമന. ഓ, യേശുവിൻ നാമത്തിൽ ജയമ. ഈ ദിവസങ്ങളിൽ ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാനും എന്റെ കുടുംബവും എന്തുള്ളൂ എന്ന് ചോദിക്കുന്നത് പോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുക. ദൈവമാവിനൊരു വെളിപ്പാട് കാണിക്കുന്നു. എന്തോ പിണഞ്ഞ് കൂടി ഇങ്ങനെ പിണഞ്ഞ് കിടക്കുന്നത് പോലെ കുരുങ്ങിക്കിടക്കുന്ന ചില വേഗതകൾ ഓ ദൈവം ഇന്ന് അഴിക്കാൻ പോകുക കേട്ടോ. നിങ്ങൾക്ക് അഴിക്കാൻ പറ്റാത്ത ചില കുരുക്കുകൾ, അതെന്നാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓ സ്തോത്രം. നിങ്ങൾക്ക് അഴിക്കാൻ പറ്റാത്ത ചില കുരുക്കുകളെല്ലാം ദൈവം അഴിക്കും.
ഉടാ ഹദുരജതൽക്കമന ശംദല വൈഡേ രാജകതൽക്കമന. സ്തോത്രം സ്തോത്രം. ചില ഗിഫ്റ്റുകൾ എന്ന പോലെ ആമേൻ പൗലോസിന് ചില ഗിഫ്റ്റുകൾ മെലീത്തയിൽ ഒരിക്കലും കിട്ടത്തില്ലെന്ന് പറയുന്ന മേഖലകൾക്കകത്ത് പൗലോസ് ചില രോഗശാന്തി ചെയ്തപ്പോൾ ഏറിയ സമ്മാനങ്ങൾ കിട്ടിയതുപോലെ ദൈവത്തിന്റെ ആത്മാവ് പ്രതീക്ഷയില്ലാത്ത മേഖലകൾക്കകത്ത് നിങ്ങൾ ചില സമ്മാനങ്ങൾ പ്രതീക്ഷിച്ചോ ദൈവം ചെയ്യാൻ പോകുക എന്ന് വെച്ചാൽ അത് ആത്മീകമായിരിക്കുന്ന ചില ഗിഫ്റ്റുകളാ. അത് ചില വെളിപ്പാടുകളുടെ ഗിഫ്റ്റുകളാ. നിങ്ങൾ ദിവസങ്ങളിൽ ഒരു ഉണർവിന് വേണ്ടി തയ്യാറായിക്കോ. ഒരു ഉണർവിന്റെ ശബ്ദം നിങ്ങളുടെ ഭവനത്തിലേക്കുക. ഏതോ ചില ശുശ്രൂഷകന്മാർ നിങ്ങളുടെ ഭവനത്തോട് ബന്ധപ്പെട്ട് ദൈവം എഴുന്നേൽപ്പിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാ. ഇന്നത്തെ മീറ്റിംഗിൽ ദൈവം അത് ശക്തമായി നിങ്ങളെ വീണ്ടും ഓർപ്പിക്കുന്നു. ചില പ്രവാസങ്ങൾ തീരാൻ സമയമായി. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില ഉറപ്പുള്ളതായിരിക്കുന്ന ചില അടിസ്ഥാനങ്ങൾ ഈ വർഷത്തിൽ തന്നെ ദൈവം ചെയ്തെടുക്കാൻ പോകുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ ദൈവം ചെയ്യാൻ പോകുക. ആമേൻ. സ്തോത്രം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വചനത്തോട്ട് മടങ്ങി വരാം. ഇവിടെ പറയുന്നു, അങ്ങനെ രാജാവ് പറഞ്ഞ് കേട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അതിനേക്കാൾ വലിയൊരു സന്തോഷം വരാനില്ല. അതിന് ജോസഫ് 16-ാം വാക്യത്തിൽ ഫറവോനോട് പറയുന്ന മറുപടി എന്താണെന്നറിയോ? ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ഗുണമായ ഒരു ഉത്തരം നൽകുമെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ, ഞാൻ ചിലരൊക്കെ കണ്ടിട്ടുണ്ട്, ദൈവം അവർക്ക് കുറച്ച് കൃപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്തോത്രം അവർ പറയും ഞാനാണ് പറയുന്നത്, ഞാനാണ് പ്രവാചകൻ, ഞാനാണ് അപ്പോസ്തലൻ, ഞാനാണ് സുവിശേഷകൻ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഒന്നും നടക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ ടീമിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും ഉയർന്ന ലെവലിൽ എത്തിയിട്ടും ജോസഫ് താഴ്മയോടെ പറയുന്നൊരു പദമുണ്ട്, ഞാനല്ല, ഞാനോ കുറയണം, ദൈവമോ വളരണം എന്ന് വെച്ചാൽ സ്തോത്രം എൻ്റെ അകത്തൊരു ശക്തി ഇരിപ്പുണ്ട്. അത് പോയാൽ ഞാൻ പഴയ ജോസഫാ. പക്ഷേ ഞാൻ പഴയ ജോസഫിൽ നിന്നും രാജാവിന്റെ മുന്നിൽ വരെ വന്നത് എന്നെ ഇവിടം വരെ കൊണ്ടുവന്നൊരു ശക്തിയുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം പറയുന്നത്, ഇത് പറയുന്നത് സ്വർഗത്തിലെ ദൈവം തന്നെയാ. എത്രയൊക്കെ ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. താഴ്മയുള്ളവനെ ഉയർത്തുന്ന ദൈവം. ആമേൻ. താഴ്മയുള്ളവനെ ഉയർത്തുന്ന ദൈവം. ഇന്ന് ആരൊക്കെയോ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നല്ലോ, നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ അടുത്ത് പറയുകയാണ്, അടുത്ത ഫറവോൻ പറഞ്ഞ സ്വപ്നം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഇത് എവിടെയും പ്രസംഗിച്ചിട്ടില്ല, ഇന്ന് രാവിലെ ഒരു സ്ഥലത്ത് മാത്രം പ്രസംഗിച്ചൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഫറവോൻ പറഞ്ഞത്, ഞാൻ സ്വപ്നത്തിലൊരു കാര്യം കണ്ടു. 18-ാം വാക്യം, മാംസപുഷ്ടിയുള്ളതും രൂപഗുണവുമുള്ള 7 പശു നദിയിൽ നിന്ന് കയറി ഞങ്ങളുടെ ഇടയിൽ മേഞ്ഞുകൊണ്ടിരുന്നു. ഇതാ അവിടെ 7. ആമേൻ. സ്തോത്രം. ഇവിടെ 7 കിടപ്പുണ്ട്, അതിന്റെ 8 പശു ആവാഞ്ഞ്. ആമേൻ. ചിലരുടെ അകത്തൊക്കെ ദൈവിക ആലോചനകൾ വെളിപ്പെട്ട് വരട്ടെ. 7 പശു സ്തോത്രം നദിയിൽ നിന്ന് കയറുന്നു. ഞാങ്ങനെ അവയ്ക്ക് മാംസപുഷ്ടിയുമുണ്ട്, രൂപഗുണവുമുണ്ട്, കാണാൻ ഭംഗിയുമുണ്ട്, നല്ല ഇറച്ചിയുമുണ്ട്. എന്നിട്ട് പറയുകയാണ്, എന്നാൽ അവയുടെ പിന്നാലെ ക്ഷീണിച്ചും മെലിഞ്ഞും എൻ്റെ സ്വപ്നത്തിൽ എത്ര വിരൂപമായുള്ള ഒരു വേറെ 7 പശു കയറി വന്നു. അത്ര വിരൂപമായതിനെ ഞാൻ മിസ്രൈമിലെ എവിടെയും കണ്ടിട്ടേയില്ല. ആമേൻ. എന്ന് വെച്ചാൽ ഒരു 7ന്റെ നന്മ വെളിപ്പെടുമ്പോൾ 7ന്റെ തിന്മ കയറി വരും. ഒന്നൊന്ന് നന്നാവാൻ 4 കാശ് എടുത്ത് മനസ്സിലാകുന്നവര് ഒന്നൊന്ന് നന്നായി എന്ന് തോന്നുമ്പോൾ അപ്പോൾ ജോലി പോകും. ആമേൻ. സ്തോത്രം. പിറകെ വരുന്ന ശാപത്തിന്റെ കെട്ടുകൾ മനസ്സിലായില്ലല്ലേ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ടും ഒന്ന് ഉറച്ചിട്ടില്ല, ഒന്ന് കയറി 4 പേരുടെ മുന്നിൽ സന്തോഷത്തോടെ പോകുമ്പോഴേക്കും അപ്പുറത്ത് ദുഃഖത്തിന്റെ വാർത്ത കയറി വരിക, മരണത്തിന്റെ വാർത്ത കയറി വരിക, രോഗത്തിന്റെ വാർത്ത കയറി വരിക. ഇതാ സ്തോത്രം രാജാവ് പറയുക, ഈ തിന്മ പിറകെ വരുന്നൊരു കാഴ്ച കണ്ടു. അടുത്തത്, എന്നാൽ മെലിഞ്ഞ് വിരൂപമായുള്ള പശുക്കൾ പുഷ്ടിയുള്ള മുമ്പിലത്തെ പശുക്കളെ തിന്നുകളഞ്ഞെന്ന്. ഇതല്ല ഇന്നത്തെ പെന്തക്കോസ്ത്. ഒരു കാലത്ത് ഭയങ്കര ഉണർവായിരുന്നു, എന്താ വളർച്ചയായിരുന്നു, കൂട്ട സ്നാനമായിരുന്നു. ഒരു മീറ്റിംഗ് എന്ന് പറയുമ്പോൾ വിശ്വാസികളിൽ ഓടിക്കൂടുമായിരുന്നു. ഇന്ന് നിരാശ അതിനെ വിഴുങ്ങിക്കളഞ്ഞു, പ്രത്യാശ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ആരാധന നഷ്ടപ്പെട്ടു. വേണ്ട വിധത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ പോലും പറ്റത്തില്ല. നല്ലൊരു പാട്ടുപാടി ആത്മനിറവില്ല. കാര്യം എന്തെന്നറിയാമോ? വിഴുങ്ങിക്കളയുന്ന ശക്തി. എത്രയൊക്കെ ഞാൻ പറഞ്ഞ ഞാൻ വചനത്തിൽ നിന്ന് നിങ്ങൾക്ക് ചില തെളിയിച്ചു തരാൻ പോകുക. വീങ്ങിക്കളയുന്ന ശക്തി, നിന്റെ നന്മ വീങ്ങിക്കളയുക, നിന്റെ ഭർത്താവിന്റെ ആരോഗ്യത്തെ വീങ്ങിക്കളയുക, നിന്റെ കുടുംബത്തിന് സമാധാനം വീങ്ങിക്കളയുക. എന്ന് വെച്ചാൽ വേണ്ട വിധത്തിൽ സന്തോഷിക്കാൻ ഒക്കുന്നില്ല. രാജാവ് പറയുക, എന്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുക, നീ ഒന്ന് വ്യാഖ്യാനിച്ചു തരാമോ?
ആമേൻ, സ്തോത്രം. അടുത്ത സ്വപ്നം ഞാൻ പറയുന്നില്ല കേട്ടോ, അതൊന്നും പറഞ്ഞാൽ ഇന്ന് തീരത്തില്ല, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ഇവിടെ പറയുകയാണ്, ജോസഫ് ഫറവോനോട് പറഞ്ഞത്, ഫറവോന്റെ സ്വപ്നം ഒന്ന് തന്നെ. സ്തോത്രം. താൻ ചെയ്യുവാൻ സംഭവിക്കുന്ന ദൈവം ഫറവോന് വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, സ്തോത്രം, മെലിഞ്ഞും വിരൂപമായുള്ള 7 പശുവും, സ്തോത്രം, അത് ക്ഷാമമുള്ള 7 സംവത്സരമാണ് ദൈവം കാണിപ്പാനിരിക്കുന്നത്. ഫറവോന് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഇനി അടുത്ത് പറയും, മിസ്രയീം ദേശത്ത് സുഭിക്ഷമായിരിക്കുന്ന കാലഘട്ടം വരാൻ പോകുന്നു. അത് കഴിഞ്ഞാൽ, സ്തോത്രം, ക്ഷാമമുള്ള 7 കാലഘട്ടം വരും. എന്നിട്ട് ആ സുഭിക്ഷതയൊക്കെയും നശിച്ചു പോകത്തക്ക വിധത്തിൽ ക്ഷാമത്താൽ ദേശമെങ്ങും നശിച്ചു പോകും. ഇതാണ് ദൂത്. അപ്പോൾ ഇതിന്റെ മധ്യത്തിൽ വിനീഷ് 7ന്റെ പ്രത്യേകത എന്നാ? ഞാനൊരു കാര്യം പറയട്ടെ, ജോസഫ് 6 കഷ്ടതയും കഴിഞ്ഞ് കാരാഗ്രഹത്തിൽ കിടക്കുക. മനസ്സിലായില്ലല്ലേ? ഈ ക്ഷാമവും ഈ കഷ്ടതയും എല്ലാം എന്തിനാ വന്നേന്നറിയാമോ? ജോസഫിനെ ഒന്ന് മാനിക്കാനാ. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ പറയാം, നിനക്ക് പകരം ഞാൻ ജാതികളെയും നിനക്ക് പകരം ഞാൻ രാജാക്കന്മാരെയും കൊടുക്കും. ഓ സ്തോത്രം. ജോസഫേ, നിന്നെ മാനിക്കേണ്ട ദൈവം ഭരണത്തെ മാറ്റും. നിന്നെ ഒന്ന് ഉയർത്തേണ്ടതിന് രാജാക്കന്മാരുടെ ഉറക്കം കളയും. ഉടരാ വൈഡമന ശകലകൽക്കമന. ഓ, കാരാഗ്രഹത്തിന്റെ അകത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ആരെല്ലാം ഉണ്ടല്ലോ. പക്ഷെ നീ ഓർത്തോണം, പുറത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. നീ അകത്തളങ്ങളിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ രാജ്യത്ത് ക്ഷാമമിടും ദൈവം. എന്തിനാണെന്നറിയാമോ? നിന്നോടുള്ള വാഗ്ദത്തം നിവൃത്തീകരിക്കാൻ. ഇതാ നിന്റെ 6 കഷ്ടതകൾ കഴിഞ്ഞു. 7ാമത്തെ തിന്മയില് നീ ഓവർകം ചെയ്യുന്ന സമയം വന്നെത്തിയിരിക്കുക. ദൈവാത്മാവ് ചില കുടുംബങ്ങളോട് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചപ്പോൾ ഞാനത് ഏറ്റെടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റെടുക്കാം. ഇന്ന് ഞാൻ പറയട്ടെ, ഇത് ആരോടുള്ള ദൂതാണെന്നറിയാമോ? ഇത് ഏതോ ഒരു വ്യക്തിയോടുള്ള ദൂതല്ല, പിന്നെ ഇവിടെയുള്ള ദൂതാ. ജോസഫുമാരാ, അവരുടെ 7ാമത്തെ കഷ്ടതകളിൽ നിന്നും അവരിതാ തിന്മ നന്മയായി മാറുന്ന ഒരു പകൽക്കാലമായി ഇത് മാറാൻ പോകുക. ഉടര വൈഡര ശംദല റിഗല രഗജ. ഫറവോന്റെ ഉറക്കം കളഞ്ഞ്, ഓ സ്തോത്രം, യാക്കോബിന്റെ ഉറക്കം കളഞ്ഞ്, ചേട്ടന്മാരുടെ മനസമാധാനം കളഞ്ഞ് ജോസഫെ നിന്നെ ഇവിടം വരെ എത്തിച്ച എന്തിനാണെന്നറിയാമോ? ഓ, അവിടെ ചില പ്രവചനങ്ങൾ പറയാനാ. ഓ സ്തോത്രം, അവർ രാജ്യത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിന്നെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുക. ഉടരാ ജഗൽക്കമന ശംദല രഗൽക്കമ ഹദുര ജഗൽമന. യേശുവിൻ നാമത്തിൽ ഞാനിത് കാണുക. ചില കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുക കേട്ടോ. ആ മോളി റോസമ്മ എന്ന് പറയുന്ന ആ സഹോദരൻ ദൈവാത്മ പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ആത്മാവിന്റെ പ്രവാഹം വെളിപ്പെടാൻ പോകുക. ഉടരാ വൈഡ. മൂത്ത സന്തതിയെ ഞാൻ ഈ ദിവസങ്ങളിൽ ചില മേഖലകളിൽ, ചില സ്തോത്രം, മിസ്രയീമിലെ ജോസഫിനെ പോലുള്ള മേഖലകൾക്ക് ഉറപ്പിക്കുന്ന സമയം വരാൻ പോകുക. ഉടരാ മന. ചില രോഗങ്ങളുടെ കെട്ടുകൾ യേശുവിൻ നാമത്തിൽ അത് പൊട്ടുമാറുന്ന ഒരു കാഴ്ച ദൈവാത്മാവിൽ ഞാൻ കാണുന്നു. ഓ, ഏതൊരു ബ്ലെസ്സി എന്ന പേര് പറയുന്നു. എനിക്കറിയത്തില്ല നിങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുകയാണോ എന്നുള്ളത്. പക്ഷെ നിങ്ങളോട് ബന്ധപ്പെട്ട ഒരു ബ്ലെസ്സിയെ ദൈവദിവസങ്ങൾ ടച്ച് ചെയ്യാൻ പോകുക. യേശുവിൻ നാമത്തിൽ സംഭവിക്കാൻ പോകുന്നു. ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലെ ചില നഷ്ടങ്ങളെല്ലാം ലാഭമായി മാറുന്ന, കഷ്ടതകളെല്ലാം ദിവസങ്ങളിൽ പോസിറ്റീവായി മാറുന്നത് പോലെ ദൈവ ദിവസങ്ങൾ ചെയ്യാൻ പോകുക. ഒരു ചില മാസങ്ങൾ കഴിയുമ്പോൾ ദൈവാത്മാവിനോട് പറയുകയാണ്, നിങ്ങൾ ചില അടയാളങ്ങൾ കാണും. ഉടരാ മാന ശംദലേ വൈഡ്. ചില അകത്തളങ്ങളിലെ പോരുകളെ യേശു അയച്ചു മാറ്റുക. യേശുവിൻ നാമത്തിൽ ചില വിടുതലിലേക്ക് വരാതെ വെല്ലുവിളികൾ യേശു അയച്ചു മാറ്റുക. ഇന്ന് രാത്രി ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ രക്തത്താൽ ജയമെടുക്കാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇവിടെ പറയുകയാണ് ഈ മെസ്സേജ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ ചെറിയ വയസ്സ് തൊട്ട് പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ താല്പര്യം കൊണ്ട് എൻ്റെ നാട്ടിലെ സഭയിലെ ഈ സോണൽ ലീഡറായിരുന്നു ഞാൻ, സോണൽ ലീഡർ. അപ്പോൾ സോണൽ ഓരോ ഏരിയകളിലൊക്കെ, ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഞാൻ പോകും. അവിടെ പ്രെയർ ലീഡ് ചെയ്യാൻ പോവുകയാണെങ്കിലും ഞാൻ എന്താക്കുന്ന അറിയാം, എനിക്ക് ആരും പ്രസംഗിക്കാനൊന്നും സമയം തരത്തില്ലായിരുന്നു അന്ന്. അപ്പോൾ ഞാൻ കയറി അങ്ങ് പ്രസംഗിക്കും. ആമേൻ. ഞാനിരുന്ന് എനിക്കന്ന് എൻ്റെ ഓർമ്മ ശരി, ഞങ്ങൾ 14-13 വയസ്സൊക്കെ ഉള്ളൂ. ഞാൻ കയറി അന്ന് ഞാൻ പ്രസംഗിക്കും. ഈ പ്രസംഗിച്ചിട്ട് 20 മിനിറ്റ് ഞാൻ പ്രസംഗം കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ എനിക്ക് പ്രസംഗിക്കാൻ ആരും സമയം തന്നിട്ടില്ല, ഞാൻ തന്നെ പ്രസംഗിച്ച് പഠിച്ചതാ. ആമേൻ. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വീട്ടിലെ സാമ്പത്തികം അതിനെ അനുവദിച്ചില്ല. അതുകൊണ്ട് ഞാൻ പലവട്ടം ബൈബിൾ മുഴുവൻ അങ്ങ് വായിച്ചു.
ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ലെങ്കിലും ദൈവം ചിലതൊക്കെ വെളിപ്പെടുത്തി തരുമെന്നുള്ളത്. ആമേൻ. ഇന്ന് ദൈവാത്മ പറയുക, ദൈവം ചിലത് വെളിപ്പെടുത്തി തന്നത് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി കേട്ടോ. ഇന്ന് രാവിലെ ഞാനിത് വായിച്ചിട്ട് പറയാൻ വന്നു. രാവിലെ ഇത് വായിച്ചപ്പം ഞാൻ ചിന്തിക്കുക, കർത്താവ് ഇത്ര വർഷം പ്രസംഗിച്ചിട്ട് ഈ മർമ്മം എനിക്ക് വെളിപ്പെട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ മർമ്മം എനിക്ക് വെളിപ്പെട്ടില്ലല്ലോ എന്ന് വെച്ചാൽ ഈ എന്തിനാണെന്നറിയാമോ? ഫറവോന് സ്വപ്നം കൊടുത്തത് അത് ഫറവോന് വേണ്ടിയിട്ടല്ലടാ, അത് ജോസഫ് നിനക്ക് വേണ്ടിയിട്ടാടാ. ഉടനെ അത് യാക്കോബിന്റെ വാഗ്ദത്തം നിവർത്തീകരിക്കാനാണ്. എത്രയൊക്കെ ഞാൻ പറഞ്ഞു കേട്ടുന്നു, നിനക്ക് വേണ്ടി ഞാൻ ചിലതെല്ലാം ചെയ്യാൻ പോകുകയാ. നിനക്ക് വേണ്ടി ചില കമ്പനിയുടെ മുതലാളിമാരുടെ ഉറക്കം കളയും. സ്തോത്രം, ചില പ്രൈം മിനിസ്റ്റർമാരുടെ ഉറക്കം കളയും. ഞാൻ പലവട്ടം പറയുക, നമ്മുടെ രാജ്യത്തിന്റെ ഭരണം മാറാൻ പോകുകയാ. എത്ര പ്രവാചകന്മാരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവാത്മാവിനോട് ശക്തമായി പറയും, ചില ഭരണത്തിന്റെ അടിസ്ഥാനങ്ങളെല്ലാം ഇളകി മാറും. നമുക്ക് വേണ്ടി ദൈവം ഭരണത്തെ മാറ്റും. എത്ര പേർ വിശ്വസിക്കുന്നു? നോർത്ത് ഇന്ത്യയിൽ കഷ്ടപ്പെടുന്ന സുവിശേഷകന്മാർ, തല്ലുകൊള്ളുന്നവർ, അവരൊക്കെ സന്തോഷത്തോടെ ആർക്കുന്നൊരു ശബ്ദം ഞാൻ ആത്മാവിൽ കേൾക്കുക. ഉടരാ ജഗൽക്കമന ശബ്ദര, നിയമങ്ങൾ മാറും കേട്ടോ. നിനക്ക് വേണ്ടി ദൈവം നിയമങ്ങളെ മാറ്റുമെന്നേ. ആമേൻ. അപ്പോൾ ജോസഫിന് അറിയത്തില്ലായിരുന്നു ഈ ദൈവം ഇത്ര നല്ലവനാണെന്ന്. ജോസഫിന് അറിയത്തില്ലായിരുന്നു ദർശനം തന്നവൻ അത് നിവൃത്തീകരണത്തിലോട്ട് കൊണ്ടുവരുമെന്ന് ഒരു ഉറപ്പും ജോസഫിന് ഇല്ലായിരുന്നു. ലാസറിന് വിശ്വാസം ഉണ്ടായിട്ടാണ് ലാസർ ഉയർത്തത്. നിനക്ക് വിശ്വാസമില്ലെങ്കിലും ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുക. ആമേൻ. നിനക്ക് വിശ്വാസമില്ലെങ്കിലും, ഒരിക്കലും നിനക്ക് വിശ്വാസമില്ലെങ്കിലും നിന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ ദൈവം സെറ്റിൽ ചെയ്യാൻ പോകുക. അപ്പോൾ ജോസഫ് പറഞ്ഞ ഒരു പദം കേൾക്കണം കേട്ടോ. അത് ഞാൻ നിങ്ങളോട് പറയാൻ മറന്നുപോയി. ജോസഫ് പറയാണ്, അടുത്തൊരു പദം ഞാൻ പിറകോട്ട് വരാം. 32-ാം വാക്യം പറയുന്നു, ഫറവോന് സ്വപ്നം 2 വട്ടം ഉണ്ടായതോ കാര്യം ദൈവത്തിന്റെ മുമ്പാകെ സ്ഥിരമായിരിക്കുക. എന്ന് വെച്ചാൽ ദൈവം ചിലതൊക്കെ സ്ഥിരമാക്കാൻ തുടങ്ങി സ്ഥിരമായതാ. ആമേൻ. ചിലത് പറയണ്ട, അവൻ എനിക്ക് പാര വെച്ചു പാസ്റ്ററെ, അവൻ എൻ്റെ ജോലി കളഞ്ഞു. ആമേൻ. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? നിന്റെ ജോലി അവിടെ അല്ല, നിനക്ക് അതിനേക്കാൾ നല്ലൊരു ജോലി വരാൻ പോകുകയാണ്. എന്നെ ഇന്ന സഭ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ സഭയിലെ പാസ്റ്ററിന്റെ സഭയിലെ ആത്മാക്കളെ കൊണ്ടുപോയി, എൻ്റെ പൊന്നെ അദ്ദേഹത്തിന്റെ സഭയിൽ 50 പേരല്ലേ ഉള്ളൂ, 500 പേരുടെ സഭ നിങ്ങൾക്ക് തരാൻ പോകുക. സ്ഥിരമായി ദൈവം നിന്നെ ഉയർത്താൻ തീരുമാനിച്ചാൽ പിന്നെ രാജാവിന് ഉറക്കമില്ല. പിന്നെ എന്നാത്തിന് അടിയുണ്ടാക്കുന്നേ? ആമേൻ. പിന്നെ എന്നാത്തിന് സ്ഥാനത്തിന് വോട്ട് പിടിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ല. ദൈവം നിന്നെ ഉയർത്താൻ തീരുമാനിച്ചാൽ നിനക്ക് പകരം റീപ്ലേസ്മെന്റ് ഇല്ല. സ്വപ്നം വ്യാഖ്യാനിക്കാൻ നീ തന്നെ വേണം കേട്ടോ. നീ പ്രാർത്ഥിച്ചാൽ രോഗശാന്തി നടക്കത്തുള്ളൂ കേട്ടോ. നീ കമ്പനി പോകാതെ കമ്പനിയിൽ ജോലി നടക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഇന്ന് യഹോവ പറയുക, സ്ഥിരമായ നന്മകൾ. അപ്പൊ ജോസഫ് പറയുക, സ്ഥിരമായിരിക്കൊണ്ട് ദൈവം വേഗത്തിൽ അതിനെ വരുത്താനിരിക്കുക. വേഗത്തിൽ നിന്റെ വിടുതൽ വരാൻ പോവുകയാണെന്ന്. സ്തോത്രം പറഞ്ഞോണം. വേഗത്തിൽ വിടുതൽ വരാൻ പോവുകയാണെന്ന് ജോസഫ് പ്രവചിക്കുന്നത് ജോസഫിന് അറിയത്തില്ല, തന്നോട് തന്നെയാണെന്ന് ജോസഫ് പറയുകയാണ്. അടുത്ത വാക്യം പറയണം. എന്നിട്ട് ജോസഫ്, അതുകൊണ്ട് ഫറവോൻ ദേശത്തിന്റെ മേൽ വിചാരകന്മാരെ ആക്കണം. സുഭിക്ഷേനുള്ള സംവത്സരത്തിൽ മിസ്രൈം ദേശത്തിന്റെ വെളിവിൽ 5-1 വാങ്ങണം. പറഞ്ഞു കൊടുക്കുക, രഹസ്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് പറയുകയാണ്, എന്നിട്ട് ധാന്യം സൂക്ഷിച്ചു വെക്കണം. അടുത്ത വാക്യം 37-ാം വാക്യം. ഈ വാക്ക് ഫറവോനും അവന്റെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു. അപ്പോൾ അവിടെ ഇരിക്കുന്ന മറ്റ് ഭൃത്യന്മാരെല്ലാം പറഞ്ഞു കാണും, നമ്മൾ കുറെ കാലം നടന്നിട്ടും സ്തോത്രം ഒന്നും നടക്കുന്നില്ലല്ലോ, ഇന്നലെ വന്നവനാണ് വില എന്നൊക്കെ പറഞ്ഞേക്കാം. ആർക്ക് മനസ്സിലാക്കി സ്തുതിക്കുന്നു. എടാ, നിന്നെ ദൈവം ഉയർത്താൻ തീരുമാനിച്ചാൽ ഈ മന്ത്രോച്ചാരണങ്ങളൊന്നും നടക്കത്തില്ല. അവിടെ കുറെ മന്ത്രവാദികളുണ്ട്, മനസ്സിലായില്ലല്ലേ? അവിടെ ചില മന്ത്രോച്ചാരണങ്ങളും ചില ആഭിചാരക്കെട്ടുകളും ചില വെല്ലുവിളികളും പൈശാചിക മന്ത്രങ്ങളൊക്കെ അവിടെ കിടക്കും. പക്ഷെ നീ അവിടെ ഉറക്കും. നിന്റെ ദൈവം ഉറപ്പിച്ചതാ. പാമ്പിന്റെ ശക്തി വസിക്കുന്ന നാട്ടിൽ നീ ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കാൻ പോകുകയാ. സ്തോത്രം. ചുറ്റും വിഗ്രഹ ശക്തികളായിരിക്കാം, പക്ഷെ നമ്മുടെ അകത്തിരിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയതാ. അവര് പറഞ്ഞു, ജോസഫ് പറയുകയാണ്, ഈ വാക്കുകൾ എല്ലാവർക്കും ബോധിച്ചു. കാര്യം എന്തെന്നറിയാമോ? ഇത് വെറും വാക്കല്ല, അഭിഷേകത്താൽ പൊതിയപ്പെട്ട വാക്കാ. നിന്റെ വാക്കുകൾക്ക് വില വരാൻ പോകുകയാ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നു? ഇന്നും നിനക്ക് വില തരാത്ത നിന്റെ ഭർത്താവ്, നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ കുടുംബം നിന്റെ വാക്കുകൾക്ക് വില തരാൻ പോകുകയാ. യേശുവിൻ നാമത്തിൽ ജയമെടുക്കുന്നു. അതുപോലെ ദൈവം നിന്റെ വാക്കുകളിൽ ദൈവീയ ശക്തി വെളിപ്പെടുത്താൻ പോകുകയാ. അവർക്കെല്ലാവർക്കും ബോധിച്ചു. എന്നിട്ട് പറയുകയാണ്, എന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ജോസഫ് അടുത്ത പറഞ്ഞ പദമാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ പദം. എന്താന്ന് വെച്ചാൽ, സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, ഇവിടെയെല്ലാം മറ്റൊരു മേലാധികാരി ആക്കി വെക്കുന്നത് ജോസഫ് പറഞ്ഞു. ഇപ്പൊ ഞാനാണ് പോയതെങ്കിൽ ഞാൻ പറയും, രാജാവേ
ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്നെ തന്നെ ഏൽപ്പിച്ചാൽ പോലെ ഞാൻ ചോദിച്ചേക്കാം. നമ്മൾ അങ്ങനെയല്ല ചോദിക്കുക, ഞാൻ തന്നെ എല്ലാം ചെയ്യാം, ഞാൻ മാത്രം മതി, എൻ്റെ കുടുംബം മാത്രം മതി എന്നൊക്കെ പാട്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ധാരാളം ഇരിക്കുക. ഞാൻ മാത്രം മതി പാടാൻ, ഞാൻ മാത്രം മതി പ്രസംഗിക്കാൻ, എല്ലാത്തിനും ഞാൻ തന്നെ മുന്തി വേണമെന്നൊക്കെ പറഞ്ഞ ചില ആളുകളുണ്ട്. എന്നാൽ ജോസഫ് പറഞ്ഞത് ഞാനല്ല, സ്തോത്രം, മറ്റൊരാരെങ്കിലും ആക്കിയാട്ടെ എന്ന്. ആമേൻ. ഇത്രയും വന്ന ഗോൾഡൻ ചാൻസ് ആരെങ്കിലും തട്ടിക്കളയോ? ആമേൻ. ആരെങ്കിലും തട്ടിക്കളയോ ഗോൾഡൻ? ജോസഫ് പറഞ്ഞു, വേണേ മതിയുടെ രാജാവേ. മനസ്സിലായില്ലല്ലേ? വേണമെങ്കിൽ മതി, എന്നെ വേണമെങ്കിൽ വിളിച്ചാൽ മതി. ഓ, മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ വാതിൽ, എൻ്റെ അപ്പൻ, നീയല്ല എന്നെ ഇവിടെ എത്തിച്ചത്, എന്നെ എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ നിന്നും ഇവിടം വരെ എത്തിച്ച ദൈവത്തിന് ഇനി എന്നെ വഴി നടത്താൻ അറിയാം. ഈ വെളിപ്പാട് കഴിഞ്ഞാൽ നീ തിരിച്ചെന്നെ കാരാഗ്രഹത്തിലോട്ട് അയച്ചാലും എനിക്ക് വലിയ പ്രശ്നമില്ല. കാര്യം എന്തെന്നറിയാമോ? കാരാഗ്രഹത്തിന്റെ അകത്തും ഞാൻ സന്തോഷവാനാ. എൻ്റെ അകത്തൊരു ദൈവശക്തിയുണ്ട്. എത്രവർക്ക് ഈ പ്രത്യാശയുണ്ട് അകത്തളങ്ങളിൽ. ഓ സ്തോത്രം. എത്ര വലിയ സ്ഥാനമാനങ്ങളും എൻ്റെ കണ്ണിനെ മയക്കത്തില്ല. ഞാൻ ആർക്കും കോംപ്രമൈസ് ചെയ്യത്തില്ല. അഭിഷേകത്തിന്റെ ശരിക്കും അർത്ഥം തരുമ്പോൾ നോ കോംപ്രമൈസ്. ഓ, നിനക്ക് കോംപ്രമൈസ് ഇല്ല. വിളിച്ച ദൈവം വിശ്വസ്തനാണെങ്കിൽ നീ എത്തേണ്ടടുത്ത് എത്തിയിരിക്കും. ഇത് ദൂത കേട്ടോ, ദൈവാത്മാവിന്റെ ദൂത. നീ എത്തേണ്ടടുത്ത് എത്തും. നീ ആരുടെയും കാല് പിടിക്കാൻ പോണ്ട. ഒരു മന്ത്രിമാരുടെയും ഒരു രാജാക്കന്മാരുടെയും ഒരു പ്രഭുക്കന്മാരുടെയും റെക്കമെൻഡേഷനും വേണ്ട. ദൈവം നിന്നെ ഉയർത്താൻ തീരുമാനിച്ചാൽ നീ ഉയർന്നത് തന്നെയാ. ആരോടൊക്കെയോ ബ്രദറിനോട് ദൈവാത്മ പറയാ, ദൈവിക ഉയർച്ചകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച കേട്ടോ. സ്തോത്ര ചില എസ്റ്റാബ്ലിഷ്, അങ്ങനെ ഒരു വാക്ക് ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പോലെ എന്തോ ചില മേഖലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുക. ഉടര വൈഷമന വൈരാനാര, നിങ്ങൾ സ്തോത്രം മടങ്ങി വന്ന ഇടങ്ങളിലോട്ട് നിങ്ങൾ വീണ്ടും തിരികെ ചെല്ലും. മടങ്ങി വന്ന ഇടങ്ങളിലോട്ട് നിങ്ങൾ വീണ്ടും തിരികെ ചെല്ലും. സക്സസ് ആകാത്ത മേഖലകൾക്കകത്ത് നിങ്ങളില്ലാതെ കാര്യം നടക്കത്തില്ലെന്നുള്ളൊരു സന്ദർഭം വരാൻ പോകുക. അത് ആത്മീകമാണോ ഭൗതികമാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പരിശുദ്ധന്മാർ പറയുന്നു, നിങ്ങൾക്കൊരു മടങ്ങിപ്പോക്കുണ്ട്. നിങ്ങൾ തോട്ട് പിന്മാറിയ മേഖലകൾക്കകത്ത് നിങ്ങൾ തിരികെ വിളിക്കുന്നത് പോലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുക. എന്തോ സ്തോത്രം, ചില രാജ്യങ്ങളോട് ബന്ധപ്പെട്ട്, നിങ്ങൾ ഏത് സ്ഥലത്തായിരിക്കുന്നത് എനിക്കറിയത്തില്ല, ചില രാജ്യങ്ങളോട് ബന്ധപ്പെട്ട് ദൈവാത്മാവ് എന്നെ പറഞ്ഞു, ഇസഹാക്കിനെ പോലെ സ്തോത്രം ഒരു ഹാർവെസ്റ്റ്, ആ പലരെയും അസൂയപ്പെടുത്തുമാറുള്ള ചില ഹാർവെസ്റ്റുകൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ കാണാൻ പോകുക. ദൈവം അത് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എന്റെ സമയം മുന്നോട്ട് പോകുക, ഞാൻ പെട്ടെന്ന് നിർത്താൻ പോകുന്നു. ഇവിടെ പറയുകയാണ് സ്തോത്രം, അടുത്ത വാക്ക് കേട്ടോണം കേട്ടോ. ജോസഫ് ചെരുപ്പിട്ടു, ദൂത് കഴിഞ്ഞു, മടങ്ങിപ്പോകാൻ നേരത്ത് രാജാവ് പറഞ്ഞു, ജോസഫ് അവിടെ നില്ല്. എന്നിട്ട് അടുത്തൊരു പദം, ദൈവം ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് സ്തോത്രം, നിന്നെ പോലെ വേറെ ഒരുത്തനുമില്ല. എന്നിട്ട് ഞാൻ നിന്നെ എൻ്റെ ഗൃഹത്തിന് മേലാധികാരിയാക്കും എന്ന് വെച്ചാൽ ഏഴാമത്തെ തിന്മ നന്മയായി മാറി. എനിക്ക് കാരാഗ്രഹത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്കില്ലാന്ന് മനസ്സിലായില്ലല്ലേ? 6 കഷ്ടം കഴിഞ്ഞു. എന്തെല്ലാം കഷ്ടതകൾ! അപ്പന്റെ വീട്ടിൽ നിന്ന് അപ്പന്റെ ശാസന, സഹോദരന്മാരുടെ ഒറ്റപ്പെടൽ, പൊട്ടക്കിണർ, മിസ്രൈം അവിടെ പോകുന്ന മിസ്രൈമരുടെ അടിമദാസൻ, പോത്തിഫറിന്റെ വീട്ടിൽ നിന്ന കാരാഗ്രഹവാസം, ഇങ്ങനെ പലതരത്തിലുള്ള കഷ്ടതകളെല്ലാം കഴിഞ്ഞു. ഇനി 7ാമത്തെ ദിവസം കയറി വന്നപ്പോൾ ജോസഫിനോട് ഫറവോൻ പറയുക, ജോസഫേ, നീ ഇനി മേലാധികാരിയാ. ഓ സ്തോത്രം, മനസ്സിലായില്ലല്ലേ? നീ ഇനി മേലാധികാരി, ഇനി നിനക്കൊരു മടങ്ങിപ്പോക്കില്ല. ഇനി തിന്മയുടെ മുകളിൽ നന്മയുടെ സാക്ഷ്യം പറയുവാൻ ദൈവം നിന്നെ ഉയർത്താൻ പോകുക. ഉടരാ ജഗൽക്കമന. എത്ര പേരെന്ന് പലകളെ വിശ്വസിക്കുന്നു? ഇത് ആരോടുള്ള ദൂതാന്ന് അറിയാമോ? ഇവിടെ ഇരിക്കുന്ന 72 പേരോടുമുള്ള ദൂത. ഇത് ചിലർ പറയാറുണ്ട്, അവനോട് പ്രവചിച്ചു, ഇവരോട് ഞാൻ 72 പേരോടും പ്രവചനം പറയാൻ നിന്ന് കഴിഞ്ഞാൽ സ്തോത്രം, ഇത് 3 മണിക്കൂർ നിന്നാലും തീരത്തില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം കേട്ടോ. സ്തോത്രം. അതുകൊണ്ട് 20 ഉപവാസ പ്രാർത്ഥനകളിൽ ദൈവം അനേക ദൂതുകൾ നിങ്ങൾക്ക് തരാൻ പോകുക. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇനി നിനക്കൊരു മടങ്ങിപ്പോക്ക് ബാക്കോട്ടല്ല, ഗോ ഫോർവേഡ്. യേശുവിന്റെ നാമത്തിൽ നീ മുന്നോട്ടേക്ക് യാത്ര ചെയ്യാൻ പോകുക. ഇതുവരെ വെളിപ്പെടാത്ത ബ്ലെസ്സിങ്ങുകൾ വെളിപ്പെടാൻ സമയമായി. എന്ത് വ്യക്തമായിട്ടല്ല യോ പറഞ്ഞത്? 7ാമത്തെ സ്തോത്രം, തിന്മ നിന്നെ തൊടത്തില്ല. അവിടെ തിന്മയായി അവനെ റെക്കമെൻഡ് ചെയ്ത പാനപാത്രവാഹകൻ ഇപ്പം പാനപാത്രവാഹകനാ. പിന്നെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് എന്തറിയോ? ജോസഫിന് ഭാര്യ വെച്ചതാരാ? പോത്തിഫറിന്റെ ഭാര്യ. ജോസഫ് വിവാഹം കഴിച്ചതാരാ? ഏതോ ഒരു പോത്തിഫേറിയുടെ മകളെയാ. അത് ഈ പോത്തിഫറിന്റെ പേരിനോട് സാമ്യമുള്ളത് തന്നെ ജോസഫിന് കൊടുത്തേച്ച് പറഞ്ഞു, നീ എവിടെയൊക്കെ നിന്ദിക്കപ്പെട്ടോ അതേ സ്ഥലത്ത് അതേ പേര് സ്തോത്രം വെച്ച് ദൈവം നിന്നെ മാനിക്കാൻ പോകുകയാ. എത്ര പോത്തിഫറിന്റെ ഭാര്യ
ഇദ്ദേഹത്തെ നിന്ദിച്ചെങ്കിൽ ഏതോ ഒരു പോത്തിഫേറിന്റെ മകളെ ജോസഫിന്റെ ഭാര്യയെ കൊടുത്തു. സ്തോത്രം. കഷ്ടദേശത്ത് ദൈവം ജോസഫിനെ വർദ്ധിപ്പിച്ചു. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് ചിലരോട് പറയുക, ഇന്നത്തെ തിന്മയെല്ലാം മാറുക കേട്ടോ. തിന്മകളെല്ലാം നന്മയായി മാറാൻ പോകുക. അടുത്ത് ഒരു കാര്യം കൂടി പറയാ. എന്റെ മുമ്പിൽ ഒരു 10 മിനിറ്റ് സമയം കൂടെയുണ്ട്. ആമേൻ. ഇനി ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിലോട്ട് വരാം. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം. 7 പുരോഹിതന്മാർ, കേട്ടോണം, 8 പുരോഹിതന്മാർ, 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ചുകൊണ്ട് 7 പുരോഹിതന്മാർ 7 കാഹളം പിടിച്ചുകൊണ്ട് നടക്കണം. 7-ാം ദിവസം 7 പ്രാവശ്യം പട്ടണത്തെ ചുറ്റുമ്പോൾ 7-ാം ദിവസം 7 ദിവസം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൗണ്ട് ചെയ്യാൻ തയ്യാറാണോ? ഇന്ന് മുതൽ 7 ദിവസം എപ്പോഴാണ് ഈ ഉപവാസം തീരുവാന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ വിശ്വാസത്തോടെ കൗണ്ട് ചെയ്യുമോ? ഈ മെസ്സേജിൽ ദൈവം എന്നെ കയറ്റിയതാണെങ്കിൽ ഇന്നു മുതൽ 7-ാം ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കാൻ പോകുന്ന എത്ര പേര് വിശ്വസിക്കുക? യേശുവിന്റെ നാമത്തിൽ ഇന്ന് മുതൽ 7-ാം ദിവസം. ഇന്ന് ഇത്രയും ഞാൻ പ്രസംഗിച്ചിട്ട് നിങ്ങൾക്കൊന്നും കത്തിയില്ലെങ്കിൽ അത് എന്റെ കുറ്റമല്ല, അത് നിങ്ങളുടെ കുറ്റമാണ്. ആമേൻ. ഇന്ന് മുതൽ നിങ്ങൾ വിശ്വാസത്തോടെ ക്ലെയിം ചെയ്യണം. ഇന്ന് മുതൽ 7-ാം ദിവസം ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത മഹത്വം വെളിപ്പെടാൻ പോകുക. ഊടാ ഹതുരജൽക്കമന ശംദല വൈഡ. ഏതോ ദേവന്മാർ എന്നോട് പറയുന്നു, ഇവിടെ ഉണ്ടോന്ന് ഏത് മേഴ്സി എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ദേവന്മാർ, മേഴ്സി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. നിങ്ങളോട് ബന്ധപ്പെട്ടാണ് ഏതൊരു മേഴ്സി എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ പേര് ദൈവന്മാർ വായിത്തരികയാണ്. എന്തോ ദൈവിക ചലനങ്ങൾ വെളിപ്പെടാൻ പോകുന്നു. ഉടരാ ഹതുരജൽക്കമന. യേശുവിൻ നാമത്തിൽ ഒരു മേഴ്സിയുടെ ജീവിതത്തിൽ ദൈവിക ചലനങ്ങൾ വെളിപ്പെടാൻ പോകുക. യേശുവിൻ നാമത്തിൽ ഉടരാ വൈഡര ശംദല. ചില കെട്ടുകളെല്ലാം അഴിയും കേട്ടോ. ഇന്ന് നിങ്ങൾ ഏറ്റെടുത്തോണം. 7 പുരോഹിതന്മാർ 7 കാഹളം കൊണ്ട് 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റുമ്പോൾ എന്നാ സംഭവിക്കുമെന്ന് അറിയാമോ? സ്തോത്രം. ഇതുവരെ പൊളിയാത്ത യെരിഹോവിന്റെ മതിൽ പൊളിയും. ആമേൻ. സ്തോത്രം. ഇതുവരെ പൊളിയാത്ത, നമ്മൾ പലപ്പോഴും ചില വാക്കുകളുടെ ആഴങ്ങൾ, ദിവസങ്ങളുടെ സംഖ്യകളുടെ ആഴങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലേ? 3-ാം ദിവസം ഉയർപ്പാണെങ്കിൽ 7-ാം ദിവസം പൊളിയാത്തത് പൊളിയുമെന്ന്. നിന്നെ എന്തിനാണെന്നറിയാമോ 3-ാം ദിവസം ഉയർപ്പിച്ചത്? ചില യെരിഹോവിന്റെ അടിസ്ഥാനങ്ങൾ പൊളിക്കാനാ. ജോസഫേ, നിന്നെ എന്തിനാണെന്നറിയാം കാരാഗ്രഹത്തൊന്ന് കയറ്റിയത്? ഒരു രാജ്യത്തെ ഭരിക്കാനാ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കാൻ പോകുക. അതുകൊണ്ടാണ് ബൈബിൾ സങ്കീർത്തനക്കാരൻ പറയുന്നത്, നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കും. ആമേൻ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ഇവിടെ കടന്നു വന്ന് നിങ്ങൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ആ സിസ്റോർ ദൈവത്തിന്റെ ആത്മാ പറയുക, വസ്തുസംബന്ധമായി ചില മേഖലകൾക്കകത്ത് ദൈവം ചില കാര്യങ്ങൾ ചെയ്യും. ഉടാമാന ശബല രഗൽക്കമന രഗജ ദിഗര ജഗദൽക്കമന. ചിലതൊക്കെ നിങ്ങളുടെ പേരിൽ എഴുതി തരുന്നത് പോലെ വിശ്വാസത്താൽ ദൈവാത്മാ ചില യെരിഹോവിനെ ഇടിക്കാൻ പോവുക. ഉടാമന ശംദല വൈഡ. ചില വിശ്വാസത്താൽ ചില യെരിഹോവിനെ എറിയും. നിങ്ങൾക്ക് ചില അവകാശങ്ങൾ 2025 ദൈവാത്മാ എഴുതി തരാൻ പോകുക. ഉടരാ ജഗല രഗജഗദൽക്കമന. ചില ആയെ കുഴിച്ച് ചിലതിലെ എടുത്തു കളഞ്ഞ് ദൈവാത്മാവ് ചിലതിലൊക്കെ നിർമ്മലയോടുകൂടെ ദൈവിക നന്മകൾ ഭൗതിക മേഖലകളിൽ ദൈവത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ദൈവം പണിയാൻ പോകുന്നു. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുക. ദൈവന്മാരോട് പറയുന്നു, എന്തോ ഒരു 30 മാസങ്ങളായിട്ട് 30 മാസത്തിൽ പരമായുള്ള ചില വിടുതലുകൾ നിങ്ങളുടെ ലൈഫിൽ സ്തോത്ര 20 വർഷങ്ങൾ ദൈവം ചെയ്യാൻ പോകുക. ഉടരാജകൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ ചില നിരാശയുടെ മണ്ഡലങ്ങളുമെല്ലാം ദൈവാത്മാവിത ഡിസംബർ മാസത്തോട് ബന്ധപ്പെട്ടിട്ട് ദൈവം അയച്ചു മാറ്റാൻ പോകുക. ഉടരാ ഹസ്തുര ജഗദൽക്കമ അന്തുര ജഗദൽക്കമന ഊടാമാന. ദൈവാത്മാവ് എന്നോട് പറയുക, നിങ്ങൾ ആരാധിക്കട്ടെ. നിങ്ങളുടെ ഭവനത്തിൽ ചില ആരാധനകൾ വെളിപ്പെടട്ടെ. സ്തോത്രം. തുറക്കാത്ത ചില വാതിലുകൾ തുറക്കുന്നത് നിങ്ങൾ കാണും. ഉഷാ സന്തല റികച്ച യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന. ഹോശേയ പ്രവചനം 6-ാം അധ്യായം 1-ാം വാക്യം. വരുവിൻ നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ നമ്മുടെ മുറിവ് കെട്ടും. അടിച്ചും മുറിവോടുകൂടെയും തകർച്ചയിൽ കൂടെയും ആരെങ്കിലും കയറി വന്നെങ്കിൽ പരിശുദ്ധന്മാ പറയുക, നിങ്ങളുടെ ദൈവം കയറ്റിയതാണ്. എന്തിനാണെന്നറിയാമോ? വീണ്ടും മുറിക്കാനോ അടിക്കാനോ അല്ല, മുറിവ് കെട്ടാനും നിങ്ങളെ സൗഖ്യമാക്കാനുമാ. അത് അസ്വസ്ഥരോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ 20 വർഷങ്ങളിൽ ചില സൗഖ്യങ്ങൾ വെളിപ്പെടാൻ പോകുക. ഉടന ശംദല വൈഡാമാന. നിങ്ങൾ സ്തോത്രം ഒരു മാർത്ത ദൈവന്മാർ അങ്ങനെ എന്നോട് പറയാം. മാർത്ത പലതിനെ ചൊല്ലി മനസ്സ് കലങ്ങി വിചാരപ്പെട്ട്
ഷാബാരകൽ ഖബര. നിങ്ങൾ ഇന്ന് വന്നിരിക്കുക, എന്നാൽ ദൈവാത്മാവ് വീണ്ടും പറയുകയാണ്, അല്പമേ വേണ്ടു, എല്ലാം ഒന്നു മതി. ഇന്ന് നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. എന്തോ ചില സഹോദരിയോ എന്തോ മേഖലകൾക്കകത്ത് ദൈവത്തിന്റെ ചില ചലനങ്ങൾ സംഭവിക്കാൻ പോകുക. നിങ്ങളുടെ കുടുംബത്തിൽ സ്തോത്രം, നിങ്ങൾ നിമിത്തം ചിലതിന്റെ കഷ്ടതകളെല്ലാം മാറുന്നത് പോലെ നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ഭൗതികവും എല്ലാം മറ്റു ചിലർക്ക് അനുഗ്രഹമായി മാറുന്നത് പോലെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുക. ദൈവാത്മാവ് എന്താണ് പറയുന്നതെന്ന് ഇവിടെ ഇരിക്കുന്നതൊന്നും അറിയത്തില്ലെങ്കിലും അതിന്റെ ആഴങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ ദിവസത്തിൽ പരിശുദ്ധാത്മാവ് ജോലി സംബന്ധമായി ചിലതിന്റെ സിറ്റുവേഷൻ മാറും. ചില ആക്സസുകൾ, പുതിയ ചില ആക്സസുകൾ, ഇതുവരെ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന മേഖലകളെല്ലാം ഓപ്പണായി ദൈവം ചിലതിനെ ജോലി സംബന്ധമായി ഉയർത്തുന്ന ഒരു കാഴ്ച. ജോസഫിന് വേണ്ടി ഫറവോന്റെ മുന്നിൽ ദൈവം ചില ഗ്രേസുകൾ വെളിപ്പെടുത്തിയതുപോലെ ദൈവം നിങ്ങളുടെ കുടുംബത്തിന്റെ സിറ്റുവേഷൻ മാറ്റുമെന്ന് ഒരു 7-ാം ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുക. ബ്ലെസ്സിങ്സ് യേശുവിൻ നാമത്തിൽ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇവിടെ കടന്നു വന്ന നിങ്ങൾ എല്ലാവരും ദൈവം മാനിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക, എന്റെ കുടുംബത്തെ ഓർക്കുക.